ഹലോ എവരിവൺ, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദേവാനഗരം കൊണ്ട് നമുക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷവോമി 15 അൾട്ര കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോണിൻ്റെ ഫുൾ സെറ്റിംഗ്സ്, അതായത് ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ആക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഞാനൊരു റെഫറൻസിന് വേണ്ടി നമ്മുടെ ഗാലക്സി S25 അൾട്രയുടെ ചില ഫീച്ചേഴ്സായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് കീപ് ഇറ്റ് ഓവർ ഹിയർ. സോ ഇത് നമ്മുടെ സിൽവർ ഷാഡോ എന്ന് പറഞ്ഞ കളറാണ്. ഈ ഒരൊറ്റ വേരിയൻറ്റ് മാത്രമാണ് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. 16 GB റാമും 512 GB സ്റ്റോറേജും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടോ, റാപ്പിഡ് ടച്ചിലൊക്കെ ചുമ്മാ പുട്ട് പോലെ വർക്ക് ചെയ്യണം. ആൻഡ് ഫേസ് റെക്ഷൻ യു ക്യാൻ സി, നല്ല ആനിമേഷൻസ് വന്നിട്ടുണ്ട്, യു ക്യാൻ സി കണ്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇടാക്കാം, കണ്ടോ വൺസ് അഗെയിൻ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് ഫ്രം ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഏരിയ, ദാറ്റ്സ് ദ ക്യാമറ UI. സോ ഞാൻ ജസ്റ്റ് പ്രോ മോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ യൂഷ്വൽ നമ്മുടെ അപ്പർച്ചർ, അതേപോലെ തന്നെ ISO, വൈറ്റ് ബാലൻസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് നമുക്ക് ഫസ്റ്റ് ഇവിടെ കിട്ടുന്നത്. ആൻഡ് ഫ്രം 0.6x, 1x, 3x, 4.3x ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇത്ര ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. ആൻഡ് ദെൻ നമുക്കിത് ഇവിടെ കുറച്ച് കസ്റ്റം ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് എന്നുണ്ട്. കോൺട്രാസ്റ്റ്, കോൾഡ്, വാം, സിയാന, സാച്ചുറേഷൻ, ഷാർപ്പ്നെസ് അതൊക്കെ കൂട്ടാൻ കുറയ്ക്കാനുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, പ്രോ മോഡിൽ തന്നെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഓൺ ദ ടോപ്പ് നമുക്കിത് ഏത് മോഡിൽ, പ്രോ മോഡിൽ 12.5 MB എടുക്കണോ, അതോ 50 MB എടുക്കണോ, അതോ 200 MB എടുക്കണോ, ഇത്രയും ഫ്ലെക്സിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ JPG എടുക്കണോ, റോ എടുക്കണോ, അൾട്രാ റോ എടുക്കണോ, ഇങ്ങനത്തെ 3 ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹിസ്റ്റോഗ്രാം ഇവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ വൺ മോർ തിങ് ഇസ്, പിന്നെ നമുക്കിത് ലൈക്ക വൈബ്രൻറ്റ് വേണോ, ലൈക്ക ഒതൻറ്റിക് വേണം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. 12.5 MB മാത്രമായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇഫ് ഐ സ്വിച്ച് ടു 50 MB ദെൻ യു ക്യാൻ സി കണ്ടോ, ലൈക്ക വൈബ്രൻറ്റ് മാത്രമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കിത് ഇവിടെ കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. ലൈക്കയുടെ കുറച്ച് പ്രീമിയം ഫിൽറ്റേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് സം നോർമൽ ഫിൽറ്റേഴ്സ് ആസ് വെൽ. ആൻഡ് ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയാം, വെയിറ്റ് എ മിനിറ്റ് ആൻഡ് ലെറ്റ് സി വാട്ട് എൽസ് ആർ വി ഗെറ്റിംഗ്. സോ ഓട്ടോ എക്സ്പോഷർ സെറ്റിംഗ്സ്, അത് സെൻറ്റർ വെയ്റ്റഡ് വേണോ, ഫ്രെയിം ആവറേജ് വേണോ, സ്പോട്ട് മീറ്ററിംഗ് വേണോ, പിന്നെ നമുക്ക് വാട്ടർ മാർക്കിൻ്റെ പിന്നെ നോർമൽ സെറ്റിംഗ്സ് എന്നിട്ട് നമുക്ക് പിന്നെ വരാം. സോ പിന്നെ നമ്മുടെ ടൈമർ, ടൈംഡ് ബേസ്റ്റ്, അങ്ങനത്തെ ഓപ്ഷൻസ്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ. സോ നമുക്ക് മാക്സിമം 8K at 30 FPS വരെ വീഡിയോ റെക്കോർഡിംഗ് പോസിബിൾ ആണ്. ആൻഡ് 4K at 120 FPS ഉണ്ടോ, വിച്ച് ഈസ് റിയലി നൈസ്. ആൻഡ് ദെൻ വൺ മോർ തിങ് ഇസ് ദർ. സോ 1080p 60 FPS വരുള്ളൂ, 120 FPS ഇല്ല. എനിവേസ് 4K ഉണ്ടോ, ദാറ്റ്സ് മോർ ദാൻ എനഫ്. ആൻഡ് ദെൻ നമുക്കിത് ഇവിടെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ആൻഡ് ദെൻ നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ആ ലൈക്കയുടെ ഫിൽറ്റേഴ്സ് ആൻഡ് നോർമൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. സോ ലൈക്കയുടെ ഉള്ളത് VIV, N80, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, HC, സേപ്പിയ, ബ്ലൂ, ഇത്രയാണ്. പിന്നെ നമ്മുടെ നോർമൽ ഫിൽറ്റേഴ്സാണ് ഉള്ളത്. പിന്നെ വീഡിയോയിൽ തന്നെ ബ്യൂട്ടിഫൈ ഇച്ചിരി ഡെപ്തിയിട്ട് പോയേക്കാണ്. ലൈക്ക് സ്മൂത്ത്, കോണ്ടർ, സ്ലെൻഡർ, ബിഗ് ഐസ്, നോസ്, ഹെയർ ലൈൻ. സോ ഇച്ചിരി ഡെപ്തിയിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ വിച്ച് ഈസ് റിയലി നൈസ്. ഈവൻ വീഡിയോയിൽ തന്നെ ഇത്രയും ഡെപ്തിലുള്ളത് കാരണം. പിന്നെ വീഡിയോയിൽ 0.6x, 1x, 2x, 3x, 4.3x ആൻഡ് ഓൾ ദി അപ് ടു 30x ഇട്ട് വരെ പോകാൻ പറ്റും. ആൻഡ് ഐ വിൽ ജസ്റ്റ് ഷോ യു ഓൺ ദ. സോ ഇവിടെ നമുക്ക് 0.6x മുതൽ മാക്സിമം അപ് ടു 20x ആണ്. ഇവിടെ നമുക്ക് 30x വരെ പോകാൻ പറ്റും. സോ ആൻഡ് ദെൻ ഇവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൂപ്പർ മാക്രോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിലൊരു മോഡുണ്ട്. സോ യു ക്യാൻ സി, ഞാൻ എക്സാമ്പിളിന് വേണ്ടി ഒരു ഒബ്ജക്റ്റ് കാണിച്ചു തരാം. സോ യു ക്യാൻ സി, ഇപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കറക്റ്റ് എക്സാക്റ്റ് ഇൻ ഫോക്കസ്ഡ് അല്ല. സോ സൂപ്പർ മാക്രോ ഓൺ ചെയ്തു കേട്ടോ, യു ക്യാൻ സി എന്നാ ക്ലോസപ്പ് ആയാലും പക്ക സെറ്റായിട്ട് കിട്ടും. സോ വീഡിയോയിലാണ് കേട്ടോ സൂപ്പർ മാക്രോ ഉള്ളത്. ആൻഡ് ദെൻ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ ഷൂട്ട് സ്റ്റഡി, ദാറ്റ് മീൻസ് നമ്മുടെ സ്റ്റെബിലൈസേഷൻ. പക്ഷേ എനിക്ക് തോന്നുന്നു 2.8K at 30 FPS ആണെന്ന് തോന്നുന്നു ടോപ്പ് സ്റ്റെബിലൈസേഷൻ. കാരണം ഞാൻ 4K 30 നിൽക്കുവാണല്ലോ, ഷൂട്ട് സ്റ്റഡി കൊടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് 2.8K at 30 FPS കൊടുത്ത്. ദാറ്റ് തിങ് ദിസ് ഈസ് ദ മാക്സ് വിച്ച് ഈസ് അവൈലബിൾ. പിന്നെ നമ്മുടെ ടെലി പ്രോംപ്റ്റർ മോഡ്, അത് ഇപ്പോൾ യൂഷ്വലി കുറച്ച് ഫോൺസ് കണ്ടുവരുന്നതാണ്. നമ്മുടെ ഇപ്പോൾ ന്യൂസ് റീഡേഴ്സൊക്കെ ന്യൂസ് വായിക്കില്ല ക്യാമറ തന്നെ നോക്കിയിട്ട്. അതേപോലെ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഇപ്പോൾ വ്ലോഗ് ചെയ്യണം, എന്തെങ്കിലും നോക്കി വായിക്കണം, ഇവിടെ നമ്മൾ ആ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്ക്രോൾ ആയി പോകും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എൻ്റെ സ്ക്രോളിംഗ് സ്പീഡൊക്കെ കൂട്ടാം, എന്നിട്ട് ഉണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ആയി. അപ്പോൾ നമുക്ക് വായിക്കണനുസരിച്ച് ഹലോ ടെലി പ്രോംപ്റ്റർ വർക്ക്സ്, യു ക്യാൻ യൂസ് ദ ബട്ടൺസ് ബിലോ ടു എഡിറ്റ് ദ ടെക്സ്റ്റ് പ്രിവ്യൂ ടെക്സ്റ്റ് ആൻഡ് ഉണ്ടോ ഇങ്ങനെ നമുക്ക് വായിച്ചു പോകാൻ പറ്റും. സോ ലോങ് ടെക്സ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പിന്നെ നമുക്ക് നൈറ്റ് മോഡ് നമുക്ക് വീഡിയോയിൽ അവൈലബിൾ ആണ് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് ദ വീഡിയോ. ആൻഡ് ദെൻ നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് നമുക്ക് 0.6x, പിന്നെ 1.5, 2x, 3x, 4.3 ആൻഡ് മാക്സിമം ടു 120x. ഓൺ ദ ഗാലക്സി S25 അൾട്രയിൽ നമുക്ക് മാക്സിമം 100 വരെയാണ് പോകാൻ പറ്റും. യു ക്യാൻ സി 100 വരെയാണ് ഗാലക്സി S25 അൾട്രയിൽ പോകാൻ പറ്റുക. ആൻഡ് വൺ മോർ തിങ്, നമുക്ക് ജസ്റ്റ് ഐ മീൻ സ്വിച്ചിങ് ടു ദ ഡീഫോൾട്ട്. ആൻഡ് ദെൻ ഇവർ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് HDR ഓട്ടോ വേണോ, അങ്ങനത്തെ നമ്മുടെ നോർമൽ ഓപ്ഷൻസ് ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോയിലും സൂപ്പർ മാക്രോ മോഡൊക്കെ ഉണ്ട്. യു ക്യാൻ സി പിന്നെ HDR ഓട്ടോ വേണോ അതോ നോർമൽ HDR
ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെ ഇത് ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വയ്ക്കാം ആൻഡ് സൂപ്പർ മാക്രോ ഒന്ന് ഓൺ ചെയ്യാം. ഉണ്ടോ, യു ക്യാൻ സി അങ്ങനെ കിട്ടാനുള്ള ഓപ്ഷൻസ്. പിന്നെ ആസ്പെക്ട് റേഷ്യോ, ടൈമർ, ലൈക്കയുടെ വാട്ടർ മാർക്ക് ഏത് വേണം. സോ 2 ഓഫ് ദം. ഒന്ന് നമ്മുടെ ബ്ലാക്ക്, പക്ഷേ ഇതാണ് ഏറ്റവും നൈസ്. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട്. ആൻഡ് ദെൻ നമുക്കിത് ഇവിടെ നമ്മുടെ ആ ഡൈനാമിക് ഷോട്ടിനുള്ള ഓപ്ഷൻസ്. പിന്നെ നമുക്ക് ഇവിടെയും ലൈക്ക ഒത്തൻറ്റിക് വേണോ ലൈക്ക വൈബ്രൻറ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക വൈബ്രൻറ്റ്, ലൈക്ക ഒത്തൻറ്റിക്, അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ഇവിടെ നമുക്ക് മോഷൻ ക്യാപ്ചറിന് മോഡുണ്ട്. പിന്നെ നമുക്ക് ഗൂഗിൾ ലെൻസ്, ഫ്ലാഷ്, എത്രയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ആൻഡ് നമുക്കിത് ഇവിടെയും മാക്രോ മോഡ് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ എക്സ്പോഷർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഓക്കെ, സോ ആൻഡ് നെക്സ്റ്റ് പോർട്രേറ്റ് നമ്മൾ ഗാലക്സി S25 അൾട്ര നോക്കുകയാണെങ്കിൽ 1x, 2x, 3x, 5x. ഇതിനകത്ത് 1x ഉണ്ട്, 2x ഉണ്ട്, 3x ഉണ്ട്, 4.3x ഉണ്ട്, നോട്ട് യെറ്റ് 6x വരെ നമുക്ക് എടുക്കാം. പക്ഷേ ഐ തിങ്ക് നമുക്കത് ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് എത്രത്തോളം സെറ്റപ്പ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. എനിവേസ് ഓപ്ഷൻ ഈസ് അവൈലബിൾ. ആൻഡ് നമ്മുടെ ഒബ്വിയസ്ലി ബാക്ക്ഗ്രൗണ്ട് ബ്ലറിനുള്ള ഓപ്ഷൻസ് ആൻഡ് നൺ വയ്ക്കാം. സ്റ്റാൻഡേർഡ്, സ്വിർലി ബോക്കെ, സോഫ്റ്റ് ഫോക്കസ്, വൈഡ്, ബബിൾസ്, കുറച്ച് നൈസ് ഓപ്ഷൻ എന്താ നമുക്ക് എടുക്കാച്ചായിരിക്കും. ആൻഡ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്, മറ്റേ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ മാസ്റ്റർ പോർട്രേറ്റും എടുക്കാം, ലൈക്ക പോർട്രേറ്റും എടുക്കാം. അത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനത് ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ഡെപ്തിൽ സംസാരിക്കാം. ഓക്കെ, സോ അതാണ് നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള ഓപ്ഷൻസ് വരിക. ആൻഡ് ദെൻ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, ദാറ്റ് മീൻസ് സ്റ്റാർട്ടിങ് ഓഫ് നമുക്ക് നമ്മുടെ ഒറിജിനൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എൻഹാൻസ്ഡ് മോഡ്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് മെയിൻ ഐറ്റംസ് ആയിട്ടുള്ള അൾട്രാ HD, ഫോർ എക്സാമ്പിൾ ഗാലക്സി S25 മോഡ്സ് ഇവിടെ വയ്ക്കാം. സോ അൾട്രാ HD ഡോക്യുമെൻ്റ് എന്നുള്ള മോഡുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ ഫാസ്റ്റ് ഷോട്ട്, അത് ഞാൻ കാണിച്ചിട്ട് ഇപ്പോൾ. സോ നിങ്ങൾക്ക് ഫോൺ ഓഫാണല്ലോ, ഇപ്പം ഈ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഒരു ഫോട്ടോ എടുക്കണം. നമ്മൾ യൂഷ്വലി ഫോൺ അൺലോക്ക് ചെയ്യണം. ചില ഫോൺസിന് വോളിയം ബട്ടൺ ഡബിൾ ടാപ്പിൽ ക്യാമറ ഓൺ ആയി വരും, പക്ഷേ നമ്മൾ ഞെക്കണം എന്നാലേ ഫോട്ടോ എടുക്കുകയുള്ളൂ. ചില ഫോൺസിന് നമ്മളിപ്പോൾ എടുത്ത് അൺലോക്ക് ചെയ്ത് ക്യാമറ ഓൺ ചെയ്ത് പിന്നെ ക്ലിക്ക്. പക്ഷേ എനിക്കിത് റൈറ്റ് എവേ ഈ മൊമെൻറ്റിൽ തന്നെ ഫോട്ടോ എടുക്കണം. പക്ഷേ ഫോൺ ഓഫാണ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് ഞാൻ വോളിയം ഡൗൺ ബട്ടൺ ഡബിൾ പ്രസ് ചെയ്തു. ഉണ്ടോ, യു ക്യാൻ സി ഇൻസ്റ്റൻ്റ്ലി ആ വെരി ഓൺ മൊമെൻറ്റിൽ തന്നെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. നമുക്കൊരു സെക്കൻഡ് ടാപ്പിൻ്റെ ആവശ്യമില്ല. ഫോൺ ഓഫ് ആയത് മീൻസ് ലോക്ക് ആയിരിക്കുന്ന സമയത്ത് തന്നെ വോളിയം ഡൗൺ ബട്ടൺ ഡബിൾ പ്രസ് ചെയ്ത് ഇൻസ്റ്റൻറ്റ് ഫാസ്റ്റ് ഷോട്ട് എന്നൊരു മോഡാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ സ്ലോ മോഷൻ ഉണ്ട്. നമുക്കിത് 1080p അറ്റ് യു ക്യാൻ സി 1920 FPS വരെ പോകാൻ പറ്റും. സോ ആൻഡ് ഈവൻ ദ സ്ലോ മോഷൻ ഐ തിങ്ക് നമുക്കിത് നമ്മുടെ 0.6x, 1x, 3x, 4.3xനകത്തൊക്കെ സ്ലോ മോഷൻ എടുക്കാൻ പറ്റും, വിച്ച് ഈസ് റിയലി നൈസ്. ആൻഡ് ദെൻ ഓൺ ദ ടോപ്പ് നമുക്കിത് ടൈം ലാപ്സ് ഉണ്ട്, ഡ്യുവൽ വ്യൂ വീഡിയോ, ദാറ്റ് മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ആൻഡ് ദെൻ മൂവി മോഡ്, വിച്ച് ഈസ് വാവ്. ഇതാണ് നമ്മുടെ പോർട്രേറ്റ് വീഡിയോ. ഇതിനകത്ത് സ്റ്റണ്ണിങ് ആയിട്ടാണ്. ഓക്കെ, സോ നമുക്കിത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് 2 ഓപ്ഷൻസാണ് ബ്ലറിനുള്ളത് കിട്ടുക, ഒന്ന് റെഗുലറും ഒന്ന് വൈഡും. ആൻഡ് ഇവിടെ അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ കൂട്ടാനോ കുറയ്ക്കാനുള്ള ഓപ്ഷൻസും കൂടെ നമുക്കത് അവൈലബിൾ ആണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ആസ്പെക്ട് റേഷ്യോ, നോർമൽ സെറ്റിംഗ്സിനകത്തുള്ള ഓപ്ഷൻസാണ് നമുക്ക് വേറെ ഉള്ളത്. ഗാലക്സി S25 പോർട്രേറ്റ് മോഡ്. സോ ഇതാണ് നമ്മൾ പോർട്രേറ്റ് മോഡ് വരിക. ആൻഡ് നമുക്ക് ഇവിടെ UHD 30 HDR ഉണ്ട്. ആൻഡ് 1x, 2x, മാക്സിമം 3x വരെ എടുക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിനകത്ത് എഫക്റ്റ് കുറയ്ക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻ സെയിം വിത്ത് ദിസ് കൈ. ആൻഡ് എക്സ്ട്രാ നമുക്കിത് റെഗുലർ വൈഡ് എന്നുള്ള ഓപ്ഷൻ നമ്മുടെ Xiaomi 15 Ultra കിട്ടുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് നമ്മുടെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആൻഡ് ഫ്യൂ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യുന്ന ഓപ്ഷൻസ്, ഇതൊക്കെ മിസ്സിംഗ് ആണ് നമ്മുടെ ഗാലക്സി S25. സോ ഇച്ചിരി കസ്റ്റമൈസബിൾ ആണ്. ആൻഡ് ലൈക്കയുടെ ഫിൽറ്റേഴ്സ് ഐ തിങ്ക് ഇറ്റ് വുഡ് ബി റിയലി ഓസം. മിനിമൈസ് നമ്മളതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ക്യാമറ റിവ്യൂ കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദെൻ നമ്മുടെ ലോങ് എക്സ്പോഷർ, പാനോരമ, സൂപ്പർ മൂൺ മോഡ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഇവിടെ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഗാലക്സി S25 Ultra ഫോട്ടോ മോഡ് കേട്ടോ. സോ നമുക്കിത് ഇവിടെ നമ്മുടെ ഈ ഒരു ഇതേപോലെ 2 ഓപ്ഷൻ, 0.8x, 1x, അതേപോലത്തെ 2 ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ദെൻ നമുക്കിത് ഇവിടെ കുറച്ച് ഫിൽറ്റേഴ്സ് ഉണ്ടോ, കുറച്ച് ഫിൽറ്റേഴ്സിൻ്റെ ഓപ്ഷൻസ് കുറച്ച് അത് അത്യാവശ്യം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സ്ട്രെങ്ത്ത്, കളർ ടെമ്പറേച്ചർ, കോൺട്രാസ്റ്റ് ഒക്കെ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ഇഷ്ടത്തിന് ഫിൽറ്റേഴ്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ്. ആൻഡ് ദെൻ പിന്നെ നമ്മുടെ വാട്ടർ മാർക്ക്, അതൊക്കെ ജസ്റ്റ് ബേസിക്കാണ്. പിന്നെ നമ്മുടെ മോഷൻ ഫോട്ടോ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇതിൻ്റെ ഈ Xiaomi 15 Ultra നോക്കി കേട്ടോ. സോ ജസ്റ്റ് ഇപ്പോൾ ടാപ്പ് ചെയ്യുക. ബ്യൂട്ടിഫൈയുടെ മോഡ്സ് ഞാൻ പറയാം, വായിച്ച് കഴിഞ്ഞാൽ തന്നെ സമയം എടുക്കും. ബ്യൂട്ടിഫൈക്കകത്ത് സ്മൂത്ത്, ടോണ്, കോണ്ടർ, ഇതിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ. മേക്കപ്പ്, സ്ലെൻഡർ, ഹെഡ്, ഹെയർ, ബിഗ് ഐസ്, നോസ്, നെയ്സൽ ടിപ്പ്, ലോവർ ജോ, ചിന്ന്, ലിപ്സ്, ഹെയർ ലൈന്, ടീത്ത് വരെ. എൻ്റെ മോൻ എന്ത് ലെവൽ ഓഫ് കസ്റ്റമൈസേഷൻ ആണ്, ഇത്രയും ഹൈ എൻഡ് രീതിയിലുള്ള കസ്റ്റമൈസേഷൻ. ഓക്കെ, സോ ആൻഡ് ദെൻ ഫിൽറ്റേഴ്സും എല്ലാം വിത്ത് ദാറ്റ് ഫിൽറ്റേഴ്സ്. സോ നെക്സ്റ്റ് ലെവൽ ഓഫ് ബ്യൂട്ടിഫൈ മോഡ്സ് എന്ന് ഞാൻ പറയും. അതും നമുക്ക് ഇത്രയും കസ്റ്റമൈസബിൾ ചെയ്യാൻ പറ്റും. കാരണം പക്കയായിട്ട് ചുമ്മാ ഈ വൈറ്റനിങ്, സ്മൂത്തനിങ് മാത്രമല്ല ഇത്രയും രീതിയിൽ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ട സാധനം വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈസ് റിയലി നൈസ്. ആൻഡ് ദെൻ നമ്മുടെ മറ്റേ വാട്ട് യു കോൾ നമ്മുടെ സ്ക്രീൻ ഫ്ലാഷിൻ്റെ ഓപ്ഷൻസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വീഡിയോ. സോ
ഫ്രണ്ട് ക്യാമറ നമുക്ക് മാക്സിമം 4K at 60 FPS ആണ് ടോപ്പ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ദെൻ നമ്മുടെ ഫ്രണ്ട് ക്യാമറ പോർട്രേറ്റ്സ്, അവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി ഇവിടെയും ഫ്രണ്ട് ക്യാമറ പോർട്രേറ്റ്സിൽ വരെ നമുക്കത് ആ സെയിം സാധനം കിട്ടുന്നുണ്ട് കേട്ടോ, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് സം ഫിൽറ്റേഴ്സ് ആസ് വെൽ. ഓക്കെ, ഇതിൻ്റെ പ്രൊമോഡിൻ്റെ ഒപ്പം നിൽക്കണ നമ്മുടെ ഗാലക്സി S25 മോഡാണ് എക്സ്പേർട്ട് റോ. സെയിം തന്നെ, അത്ര റിച്ച് ആയിട്ട് ഇതിനും ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ക്യാൻ സി നമ്മുടെ ആദ്യം കണ്ടോ ആ സെയിം തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ആ എത്ര 12.5 50 200 ഇതിനകത്ത് കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. 12 MB 24 MB 50 MB 200 MB. പിന്നെ റോ വേണോ, റോ JPG വേണോ, അതോ നോർമൽ JPG വേണോ, സെയിം തന്നെ ഫോക്കസിൻ്റെ കാര്യങ്ങൾ, അപ്പർച്ചർ അക്യൂസ്, വൈറ്റ് ബാലൻസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ് കേട്ടോ, വിച്ച് ഈസ് റിയലി നൈസ്. ആൻഡ് ദെൻ നമ്മുടെ ആ ഒരു നൈറ്റ് സ്കൈ ഫോട്ടോഗ്രാഫർ മോഡ്, നൈറ്റ് ലോങ് എക്സ്പോഷർ, അതിൻ്റെയൊക്കെ കുറച്ച് പ്രീസെറ്റ്സ്. പിന്നെ ഇത് ഫോക്കസിൻ്റെ സെൻറ്റർ വേണോ, മൾട്ടി വേണോ, മാനുവൽ വേണോ, പിന്നെ ഇത് കുറച്ച് ലാബ്സിൻ്റെ മറ്റേ ആസ്ട്രൽ ഫോട്ടോഗ്രാഫിയുടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ, വിച്ച് ഈസ് റിയലി നൈസ്. ക്യാമറ സെറ്റിങ്സ് തീർന്നിട്ടില്ല, നോട്ട് യെറ്റ്. ഐ വിൽ ഷോ യു. ജസ്റ്റ് സെറ്റിങ്സിൽ പോവാം. ഉണ്ടോ, ഇവിടെ നമുക്കാണ് നോർമൽ നമ്മുടെ ബാക്കി സെറ്റിങ്സ് വരിക. സോ ജസ്റ്റ് സ്റ്റാർട്ട് ഓഫ്. സോ നമുക്ക് നമ്മുടെ വാട്ടർ മാർക്ക് വരുന്നുണ്ട്. നമുക്ക് അത് ഇതിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇത് ബേസിക് ആണ്, പക്ഷേ ഈ വൈറ്റ് ആണ് നൈസ് ലുക്കായിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് മാറ്റി ബ്ലാക്ക് ആക്കണോ അതൊക്കെ നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ടൈം പൊസിഷൻ അതൊക്കെ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ AI റെക്കമെൻഡേഷൻസിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. QR കോഡ് സ്കാൻ ചെയ്യാനുള്ള അൾട്രാ സൂം, എക്സ്റ്റെൻഡഡ് ഡെപ്ത് ഓഫ് ഫീൽഡ്, അത് വേണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്യാം. പിന്നെ മെയിൻ ക്യാമറ ഡീഫോൾട്ട് ഫോക്കൽ ലെങ്ത് ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ക്യാമറ തുറക്കുമ്പോൾ ഇവിടെ 1.5 കിടക്കണമെന്ന് തോന്നുന്നു. ജസ്റ്റ് ഫോട്ടോ എടുക്കാം. ഉണ്ടോ, ഡീഫോൾട്ടായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഡീഫോൾട്ടായിട്ട് വേണം 1.5 സോ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ 1x ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇത് കണ്ടോ, യു ക്യാൻ സി മെയിൻ ക്യാമറ ഡീഫോൾട്ട് ഫോക്കൽ ലെങ്ത് ഡിസ്റ്റൻസ് മാറ്റിയിട്ട് ഇത് 23 mm. ഐ തിങ്ക് ഇറ്റ് വുഡ് ബി 1x. ഉണ്ടോ, 1x ഇട്ട് പോവും. ഓക്കെ, സോ അതനുസരിച്ച് കസ്റ്റമൈസേഷൻ ഉണ്ട്. പിന്നെ ഇമേജ് ഫോർമാറ്റ് JPG വേണോ, HEIF വേണോ, പിന്നെ മീറ്ററിംഗ് പ്രിഫറൻസ്, ഫേസ് വേണോ, ആവറേജ് വേണോ, പിന്നെ സെൽഫി സെറ്റിങ്സ്, മിറേഡ് സെൽഫി വേണോ, മോൾസ് നമ്മുടെ മറുകൊക്കെ കളയണോ ഫേസിനകത്ത്, അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ നമ്മുടെ വാട്ട് യു കോൾ ഷട്ടർ ടൈപ്പ്. ദെൻ മീൻസ് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കണോ, പിന്നെ പാം ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ ഫോട്ടോ എടുക്കണോ, പിന്നെ ഓഡിയോ ചീസ് എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുക്കണോ, പിന്നെ അഡീഷണൽ ഷട്ടർ, വേറെ എക്സ്ട്രാ ഒരു ഷട്ടർ ആഡ് ചെയ്യണത് പോലെ. ദാറ്റ് മീൻസ് നമ്മുടെ ഇത് തന്നെ ബേസിക്കാണ്. സോ ജസ്റ്റ് ഇത് കണ്ടോ, എക്സ്ട്രാ ഒരു ഷട്ടർ ഇവിടെ വന്നു കണ്ടോ, ഈ ഷട്ടർ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുത്തോളും. ആ ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ബാക്ക് ആൻഡ് ടാപ്പ് സെറ്റിങ്സ് ആൻഡ് ദെൻ മോഷൻ ട്രാക്കിംഗ് ഫോക്കസ്. ഓക്കെ, ആൻഡ് ദെൻ ഫാസ്റ്റ് ഷോട്ട്. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് വോളിയം ഡൗൺ ബട്ടൺ ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻറ്റായിട്ട് ഫോട്ടോ എടുക്കണം പരിപാടി. ആൻഡ് വീഡിയോയ്ക്കകത്ത് വീഡിയോ എൻകോഡർ HEVC വേണോ, H.264 വേണോ, പിന്നെ ഓഡിയോ സെറ്റിംഗ്സിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്മാർട്ട് നോയ്സ് റിഡക്ഷൻ, ദാറ്റ് മീൻസ് ഒരു ENC പോലെ വർക്ക് ചെയ്യുന്ന സംഭവം കേട്ടോ. പിന്നെ ഡയമെൻഷണൽ ഇമ്മേഴ്സീവ് ഓഡിയോ, ലൈവ് ഇൻ ഇയർ മോണിറ്റർ, പിന്നെ സോഴ്സ് ട്രാക്കിംഗ് അവൈലബിൾ ആണ്. പിന്നെ മോഷൻ ട്രാക്കിംഗ് ഫോക്കസ്, ഡോൾബി വിഷൻ, ഓട്ടോ ഫ്രെയിം റേറ്റ്, ഇത്രയാണ് നമ്മുടെ ഇതിനകത്ത് ഓപ്ഷൻസ് വരിക. പിന്നെ ജനറലിനകത്ത് ഗ്രിഡ് ലൈൻസ്, ദാറ്റ് മീൻസ് നമ്മുടെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടോ. അതിപ്പോൾ ബാക്ക് അടിച്ച് കാണിച്ചു തരാം. സോ കണ്ടോ, ഇവിടെ ഒരു ഗ്രിഡ് വന്നിട്ടുണ്ട്. അപ്പോൾ സോ എവിടെയാണ് സെൻറ്റർ, ഏതാണ് എക്സാക്ട് ഏരിയ എന്നൊക്കെ ഐഡൻറ്റിഫൈ, അങ്ങനത്തെ രീതിയിലുള്ള ഒരു കസ്റ്റമൈസേഷൻ. ആൻഡ് ഡിസ്പ്ലേ പാരാമീറ്റേഴ്സ്, ഫോക്കസ് പിക്കിങ്, എക്സ്പോഷർ വെരിഫിക്കേഷൻ, ഹിസ്റ്റോഗ്രാം, ഓഡിയോ ഹിസ്റ്റോഗ്രാം, വേവ് ഫോം, ഇതൊക്കെ എങ്ങനത്തെ വേണം രീതിയിലുള്ള കസ്റ്റമൈസേഷൻ. പിന്നെ പ്രിസർവ് സെറ്റിംഗ്സ് ഇതൊക്കെ വേണം. പോർട്രേറ്റ് ഫോക്കൽ ലെങ്ത്, ഡൈനാമിക് ഷോട്ട്സ്, ബ്യൂട്ടിഫൈ ഫിൽറ്റേഴ്സ്, ഓട്ടോ നൈറ്റ് മോഡ്, എക്സ്പോഷർ കമ്പൻസേഷൻ പാരാമീറ്റേഴ്സ്, ഫാസ്റ്റ് ഷോട്ട്, അത്ര ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഫീച്ചർ ലേഔട്ട്, ദാറ്റ് മീൻസ് അത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് നമ്മളൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ, മീൻസ് നമ്മുടെ ഇഷ്ട രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഓക്കെ, ആൻഡ് ദെൻ ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് ദെൻ നമ്മുടെ ക്യാമറ മോഡ്സ് എങ്ങനെ വേണം, മോർ പാനലിൽ വേണോ അതോ മോർ ടാബ് രീതിയിൽ പോയാൽ മതിയോ. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോഴാണ് ഇത് വരിക, അതിന് പകരം ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബാക്കി ഐറ്റംസ് വന്നാൽ മതിയോ എന്നാണ്. ഓക്കെ, സോ ദാറ്റ്സ് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ വോളിയം ബട്ടൺ ഫങ്ഷൻസ്, അത് ടൈമറായിട്ട് വർക്ക് ചെയ്യണോ, ഷട്ടറായിട്ട് വർക്ക് ചെയ്യണോ, സൂമായിട്ട് വർക്ക് ചെയ്യണോ, അതോ ഇതായിട്ട് വർക്ക് ചെയ്യണോ. ഓക്കെ, ആൻഡ് ദെൻ ക്വിക്ക് സ്നാപ്പ് ഷട്ടർ സ്റ്റൈൽ, ക്വിക്ക് സ്നാപ്പ്, ദെൻ ഫാസ്റ്റ് ഫോക്കസിന് ഏത് രീതിയിൽ ഉള്ള ബട്ടൺ വേണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ലോക്ക് ചെയ്യട്ടെ ഉണ്ടോ, ഇപ്പോൾ ബട്ടൺ ഒരു റെഡ് കളറാണല്ലോ, അത് മാറ്റിയിട്ട് വേറെ ആക്കണമെങ്കിൽ അവിടെ നമുക്ക് ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ. സോ സെറ്റിങ്സ്, ജനറൽ, ക്വിക്ക് ഉണ്ടോ, ഇവിടെ നമുക്ക് റെഡ് അത് മാറ്റിയിട്ട് വേറെ ആക്കാം. പിന്നെ ഷൂട്ട് വിത്ത് സ്ക്രീൻ, ദാറ്റ് മീൻസ് 3 മിനിറ്റ് ഇപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇച്ചിരി വാം ആവാൻ സാധ്യതയുണ്ടല്ലോ ഡെഫിനറ്റ്ലി. അപ്പോൾ സോ
ഇത് ഓൺ ആക്കിയിട്ട് കൊണ്ടെന്ന് വെച്ചാൽ 3 മിനിറ്റ് ഇപ്പോൾ നിങ്ങളൊരു 10 മിനിറ്റ് റെക്കോർഡിംഗ് ആണെങ്കിൽ 3 മിനിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ഓഫ് ആവും, പക്ഷേ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. സോ അത്ര ഹീറ്റിംഗ് ഉണ്ടാവില്ല. പിന്നെ ഇത് ഷട്ടർ സൗണ്ടിൻ്റെ ഓപ്ഷൻസ്, ഓക്കെ, അത് ഇത് കുറച്ച് അധികം ഓപ്ഷൻസ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഡീഫോൾട്ട്, മെക്കാനിക്കൽ, ഫുൾ വോളിയാക്കാം, ക്ലാസിക്, മോഡേൺ, ഫിലിം, റെട്രോ, ഡിസ്റ്റിങ്ക്റ്റ്, ഫ്രഷ്, ഇത്ര ഓപ്ഷൻസാണ് നമുക്കുള്ളത്. പിന്നെ അതർ സെറ്റിംഗ്സ് ജസ്റ്റ് ബേസിക് ആണ്. ദാറ്റ് മീൻസ് പോക്കറ്റ് മോഡ്, ആൻറ്റി ബാൻഡിങ്, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് നമ്മളെ ഡിസ്പ്ലേ. ഓക്കെ, സോ സെറ്റിങ്സ്, ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്. സോ രണ്ടിൻ്റെയും ഒന്ന് സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യാം. സോ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഒബ്വിയസ്ലി ഓപ്ഷൻസ് ഒക്കെ റിച്ച് ആണ്. ഓക്കെ, സോ ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ്, സെയിം വിത്ത് ബോത്ത് ഓഫ് ദം, ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ്. സോ ഞാൻ രണ്ടും ലൈറ്റ് മോഡ് ആക്കാം. ആൻഡ് ഇത് ഡാർക്ക് മോഡിൻ്റെ ഓപ്ഷൻസ് സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പ് അനുസരിച്ചുള്ള കസ്റ്റമൈസേഷൻ ഡാർക്ക് മോഡിന്. പിന്നെ സ്ക്രീൻ ബ്രൈറ്റ്നസ്, സൺലൈറ്റ് മോഡ് ഉണ്ടോ, മാക്സിമം പീക്കിട്ട് എത്താൻ വേണ്ടി സൺലൈറ്റ് മോഡ് ഉണ്ട്. പിന്നെ ഇത് അഡ്വാൻസ്ഡ് ടെക്സ്ചേഴ്സ്, കുറച്ച് ബ്ലറിങ് എഫക്റ്റ് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സിസ്റ്റത്തിനകത്ത് പ്രൊവൈഡ് കുറച്ചും കൂടെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ഇമ്മേഴ്സീവ് ആകാൻ വേണ്ടി അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് കളർ സ്കീം. ഈ ഒരു കളർ സ്കീം എന്തോ ആയിട്ടാണ് നോക്കിയത്. നമുക്ക് ഗാലക്സി S25 ഒക്കെ 2 മോഡൽ, വിവിഡ് ഉണ്ട്, നാച്ചുറൽ ഉണ്ട്. അതുകൊണ്ടോ ഒറിജിനൽ കളർ പ്രോ, വിവിഡ്, സാച്ചുറേറ്റഡ്. സോ ഒബ്വിയസ്ലി ഏറ്റവും കത്തണ കളർ സാച്ചുറേറ്റഡ് ആണ്. യു ക്യാൻ സീ ഈ ഒരു ഡിഫറൻസ് തന്നെ നോക്കിയാൽ ഞാൻ ക്ലോസപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഒറിജിനൽ കളർ പ്രോ. ആ കളർ മൊത്തം ഡിമ്മാണ്. വിവിഡ് കുറച്ചും കൂടെ ബൂസ്റ്റ്. ഇതാണ് ഒരു S25 അൾട്രയുടെ ഒരു ലെവലിൽ ഐ തിങ്ക് ഇതാണ് ഇതിൻ്റെ അടുത്ത്, ഇത്രയും വരില്ല, സ്റ്റിൽ ഇതിൻ്റെ ഒരു ക്ലോസ് ആണ്. പക്ഷേ ഇത് അതിൻ്റെ പീക്ക് എത്തി. ആൻഡ് ഈവൻ ഇതിൻ്റെ പ്രോപ്പർ കസ്റ്റമൈസേഷനൊക്കെ അറിയാവുന്നവർക്ക് ഇതിൻ്റെയും നെക്സ്റ്റ് ലെവലിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇവിടെ sRGB, P3 അങ്ങനത്തെ രീതിയിലുള്ള ഇനിയും കസ്റ്റമൈസേഷൻ ഉണ്ട്. സോ ഐ വുഡ് ബി പിക്കിംഗ് ഫോർ ദ സാച്ചുറേറ്റഡ്. ഒബ്വിയസ്ലി കളേഴ്സിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ആൻഡ് ദെൻ നമ്മുടെ റീഡിംഗ് മോഡ്, ദാറ്റ് മീൻസ് എസെൻഷ്യലി നമ്മുടെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ തന്നെയാണ് നമ്മുടെ റീഡിംഗ് മോഡ്. സോ അതവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഐ തിങ്ക് PWM ഡിമ്മിങ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. I haven't seen yet. Let's see anyways. Okay, പിന്നെ റീഫ്രഷ് റേറ്റ് ഡീഫോൾട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് സ്വിച്ച് ചെയ്യും. വേണമെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്തിട്ട് നമുക്ക് 120 ഇടാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് 120 ഇട്ടേക്കുവാണ്. ആൻഡ് AI ഇമേജ് എഞ്ചിൻ, അത് സൂപ്പർ റെസൊല്യൂഷൻ. ഓക്കെ, ഈ ഫീച്ചറാണ് ആക്ച്വലി ഗാലക്സി S25 പ്രോ സ്കെയിലർ എന്ന് പറഞ്ഞിട്ടൊരു മോഡ് ആയിട്ട് ഇത് ബിൽട്ടിനാണ്. എപ്പോഴൊക്കെ QHD എന്നുള്ള റെസൊല്യൂഷൻ നമ്മൾ ഇതിനകത്ത് ഇടുന്നോ അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എനേബിൾ ചെയ്യുന്നതാണ് സാംസങ് ക്ലെയിം ചെയ്യണം. സോ അത് തന്നെയാണ് നമ്മുടെ സൂപ്പർ റെസൊല്യൂഷൻ മോഡ്. പക്ഷേ നമുക്കത് AI HDR എൻഹാൻസ്മെൻറ്റ് എന്നൊരു മോഡൽ, ദാറ്റ് മീൻസ് ഈ വീഡിയോസിനകത്തൊക്കെ HDR എഫക്ട്സ് കൊണ്ടുവന്ന് കുറച്ചും കൂടെ ബ്രൈറ്റർ ആക്കാനാണ് ഈ ഡാർക്ക് ഏരിയാസൊക്കെ. സോ അതിന് പകരം നമുക്ക് ഇവിടെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിനകത്തൊരു സംഭവമുണ്ട്. സോ ഇത് വീഡിയോ ബ്രൈറ്റ്നസ്, അത് ജസ്റ്റ് ബ്രൈറ്റ് എന്നൊരു ഓപ്ഷനാണ്. പിന്നെ തൊട്ട് താഴെയാണ് സൂപ്പർ HDR, ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ദ കളേഴ്സ് to show the full range of colors and contrast in pictures taken with Galaxy devices. അത് ഇതുമായിട്ടൊരു കടപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം, പക്ഷേ അത് കുറച്ച് ലിമിറ്റഡ് ആണ് ഇത്. പക്ഷേ ഇത് കുറച്ചും കൂടെ അടിപൊളിയാണ്. നമ്മുടെ OnePlus 8 Proയിലൊക്കെ ഉണ്ടാകുന്ന ഫീച്ചറാണ്. ദാറ്റ് മീൻസ് മോഷൻ എസ്റ്റിമേഷൻ, മോഷൻ കമ്പൻസേഷൻ, എക്സ്ട്രാ കുറച്ച് ഫ്രെയിംസ് ആയിട്ട് ഇത് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനുള്ള ഐറ്റംസ് ആണ്. സോ അതും റിയലി നൈസ്. ആൻഡ് ദെൻ നമ്മുടെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ. സോ യു ക്യാൻ സി നമുക്കിവിടെ FHD+ ഉണ്ട്, WQHD+ ഉണ്ട്. ഓക്കെ, 2400x1080 ആണ് FHD+ വരുന്നത്. WQHD+ ആകുമ്പോൾ 3200x1440, വിച്ച് ഈസ് റിയലി ഹൈ. ആൻഡ് ലെറ്റ് സി സെയിം തന്നെയാണ് നമ്മുടെ ഗാലക്സി S25 അൾട്രയ്ക്ക് വരുന്നത്. യു ക്യാൻ സി പക്ഷേ ഇച്ചിരി ലോവർ ആണെന്ന് തോന്നുന്നു. യു ക്യാൻ സി 3200x1440 ആണെങ്കിൽ ഇവിടെ 3120x144, ഓൾമോസ്റ്റ് സെയിം തന്നെ പറയാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് വരുന്ന ഓപ്ഷൻസ് ഡീഫോൾട്ടായിട്ട്. സോ നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ട് സെറ്റിംഗ്സ് കാണിച്ചാൽ എല്ലാം ഞാൻ മാക്സ് ഔട്ട് ആക്കിയിട്ടേക്കുവാണ്. സോ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് യു ക്യാൻ സി രണ്ടും ലൈറ്റ് മോഡാണ്. എക്സ്ട്രാ ബ്രൈറ്റ്നസ് ഓഫാണ്, സൺലൈറ്റ് മോഡ് ഓണാണ്. ആൻഡ് മാക്സിമം ബ്രൈറ്റ്നസിൻ്റെ ടോഗിൾ ഓണാണ്. മോഷൻ സ്മൂത്ത്നെസ് QHD+ലാണ് രണ്ടും കിടക്കണേ. ഓക്കെ, യാ, സോ എവറിത്തിങ് ഈസ് സെയിം ടു സെയിം. ആൻഡ് ഓൾസോ നമ്മുടെ മറ്റേ മോഡുകൾ ഓൺ ആക്കിയിട്ടുണ്ട്. വാട്ട് യു കോൾ നമ്മുടെ അഡ്വാൻസ് ഫീച്ചേഴ്സിനകത്തെ വീഡിയോ ബ്രൈറ്റ്നസിൻ്റെ മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗാലക്സി S25 അൾട്ര ആൻഡ് ഇതാണ് നമ്മുടെ Xiaomi 15 അൾട്ര. ആൻഡ് രണ്ടും നല്ല കല്ലൻ ഡിസ്പ്ലേസ് ആണ്. സ്റ്റാർട്ടിങ് ഓഫ് ഫ്രം ദ ഗാലക്സി S25 അൾട്ര. സോ അതൊരു ഡൈനാമിക് LTPO AMOLED 2x 120Hz HDR10+, 2600 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. വേഴ്സസ് ഇവിടെ നമുക്ക് LTPO AMOLED 68 ബില്യൺ കളേഴ്സ് 120Hz ഡോൾബി വിഷൻ HDR10+, HDR വിവിഡ് 3200 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമ്മൾ ആ ചെറിയ കണ്ട ഒരു പിക്സൽസിലും ഡിഫറൻസ്, അത് മാത്രമല്ല PPIലും ഡിഫറൻസ് ഉണ്ട്. 498 PPI ആണ് നമ്മുടെ ഗാലക്സി S25 അൾട്ര വരുന്നത്. വേഴ്സസ് നമുക്ക് ഇവിടെ വരുന്നത് 522 PPI ആണ്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് കോണിംഗ് ഗോറില്ലാസ് ആർമർ 2ൻ്റെ പ്രൊട്ടക്ഷൻ ആണ്. നമുക്ക് ഇവിടെ വരുന്നത് Xiaomi ഷീൽഡ് ഗ്ലാസ് 2.0 പ്രൊട്ടക്ഷനാണ്. ആൻഡ് പിന്നെ ഒബ്വിയസ്ലി ക്യാൻ സി ഇതിൻ്റെ ചിഹ്ന ഭയങ്കര മിനിമലൈസ് കാരണം സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒബ്വിയസ്ലി 92.5 ആണ് നമ്മുടെ S25 അൾട്ര വേഴ്സസ് 89.7 ആണ് നമ്മുടെ Xiaomi 15 അൾട്ര. അപ്പാർട്ട് ഫ്രം ദാറ്റ് പിന്നെ നമുക്കൊരു ആൻറ്റി റിഫ്ലക്റ്റീവ്, അതായത് വെയിലത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ ഒന്നും ഇല്ലാത്ത പക്കയുള്ള ഡിസ്പ്ലേ ആണ് ഗാലക്സി S25 അൾട്ര.
വേഴ്സസ് ഇവിടെ നമുക്ക് നോർമൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ് കമ്പയറിങ് ദ കളേഴ്സിന് നമ്മൾ ആദ്യം മോഡ്സിൽ കണ്ട പോലെ തന്നെ ആ ഡിഫറൻസ് ഒബ്വിയസ്ലി കാണാനുണ്ട്. സോ നമ്മുടെ നോർമൽ സെറ്റിങ്സ് കൊണ്ട് രണ്ടും ഒരേപോലെയും ഇതിൻ്റെ ആ മോഡ്സ് മാറ്റി നമ്മളിപ്പോൾ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഇതിൻ്റെ വിവിഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കത്തണ കളേഴ്സൊക്കെ നമ്മുടെ Xiaomi 15 Ultra ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് പിന്നെ ആ വ്യൂയിങ് എക്സ്പീരിയൻസ് നമ്മൾ നോക്കിയറിയാം. ആ ഒരു 4 സൈഡിൽ ആ ഒരു കർവൊക്കെ നല്ല രസമുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ വീഡിയോ കാണുമ്പോൾ നല്ല രസമുണ്ട്. നമ്മുടെ ഒരു ഇങ്ങനെ ഡിസ്പ്ലേ ഇങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് വേഴ്സസ് നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള നമ്മുടെ Galaxy S25 Ultra ഒരു TV കാണുന്ന പോലത്തെ ഒരു ഫീല്. സോ ഇറ്റ്സ് അപ് ടു യു വിച്ച് ഈസ് യുവർ പേഴ്സണൽ പ്രിഫറൻസ്. സോ കർവ് ഡിസ്പ്ലേയുടെ ഒരു ലൈറ്റ് കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ, അതും 4 സൈഡിലും അങ്ങനത്തെ ഒരു കർവ് ഫീൽ ചെയ്യുന്ന രീതിയിൽ വേഴ്സസ് നമ്മുടെ നോർമൽ സോർട്ട് ഓഫ് തിങ് നമ്മുടെ Galaxy S25 Ultra. സോ എനിവേസ് ഡിസ്പ്ലേ രണ്ടും നൈസാണ്. ആൻഡ് സാച്ചുറേഷൻ്റെ കാര്യത്തിൽ ആ മോഡ്സ് ഉള്ളത് കാരണം Xiaomi 15 Ultra ഞാൻ പിക്ക് ചെയ്യുന്നു. പിന്നെ ആ ചെറിയ PPAയുടെ ഒക്കെ ഒരു അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് ലൈറ്റായിട്ട് ആ ഒരു കളർ സാച്ചുറേഷനും ആ ഏരിയസിൽ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബോത്ത് ആർ സ്റ്റാൻഡിങ് ഡിസ്പ്ലേ. സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. സോ സെറ്റിങ്സ്, സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. സോ ലെറ്റ്സ് സീ. ഇവിടെ നമുക്ക് സൗണ്ട് എഫക്ട്സ് ഉള്ള ഓപ്ഷൻസ് കുറച്ചുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഡോൾബി അറ്റ്മോസ് വേണോ, Xiaomi സൗണ്ട് വേണോ. സോ ഞാൻ ഡോൾബി അറ്റ്മോസ് ഇട്ടേക്കുവാണ്. പിന്നെ ഗ്രാഫിക് ഈക്വലൈസറിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് റോക്ക്, ജാസ്, പോപ്പ്, ക്ലാസിക്കൽ, ഹിപ്പ് ഹോപ്പ്, ബ്ലൂസ്, ഇലക്ട്രോണിക്സ്, മെറ്റൽ. ആൻഡ് നമ്മുടെ കുറച്ച് ഇമ്മേഴ്സീവ് സൗണ്ട് കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അഡീഷണൽ സെറ്റിങ്സിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ ഓഡിയോ സോഴ്സസ്, അഡ്ജസ്റ്റ് മീഡിയ സൗണ്ട് ഇൻ മൾട്ടിപ്പിൾ ആപ്സ്, കൺട്രോൾ നോട്ടിഫിക്കേഷൻ സൗണ്ട്സ്. പിന്നെ നമ്മുടെ ബേസിക് സോർട്ട് ഓഫ് സെറ്റിങ്സ് ആണുള്ളത്. ആൻഡ് നമ്മുടെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ഓക്കെ, നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടുന്നത്. സോ ഓക്കെ, ഒരു പ്രീമിയംനെസ് ഉണ്ട്. ബട്ട് ഇഫ് യു ആസ്ക് മീ ഒരു 1 lakhൻ്റെ ഒരു പ്രീമിയംനെസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് സേ നോ. ബട്ട് ഡെഫിനറ്റ്ലി ഒരു 60 to 70 ഓർ ഐ വുഡ് സേ ആ ഒരു സെഗ്മെൻറ്റിലുള്ള ഒരു ഹാപ്റ്റിക് മോട്ടറിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് കിട്ടുക. ആൻഡ് ഓവർ ഹിയർ നമുക്ക് നമ്മുടെ സൗണ്ട് ക്വാളിറ്റീൻ്റെ എഫക്ട്സിനകത്ത് നമ്മുടെ ഡോൾബി അറ്റ്മോസ് ഉണ്ട്. രണ്ടിനും ഒരു വ്യത്യാസ കാര്യമുണ്ട്. ഇതിനകത്ത് നമുക്ക് ഡോൾബി അറ്റ്മോസ് ഓണും ഓഫ് ആക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ Xiaomi സൗണ്ട് ആക്കാം, അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസ് ആക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മുടെ ഡോൾബി അറ്റ്മോസ് ഓഫ്, ദാറ്റ് മീൻസ് നമ്മുടെ Xiaomi സൗണ്ടിൽ തന്നെ ഇട്ടേക്കാം. ഓക്കെ, അതാണ് ഡോൾബി അറ്റ്മോസ് ഓഫ് എന്നുള്ള രീതിയിൽ. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ S25 Ultra ബൂസ്റ്റ് ഡയലോഗ്, ലൗഡ്നെസ് നോർമലൈസേഷൻ, പിന്നെ ആപ്പ് സൗണ്ട് സെറ്റിങ്സ് അത് ഇവിടെയുണ്ട്. പിന്നെ അഡാപ്റ്റ് സൗണ്ടൊക്കെയാണുള്ളത്. സോ സ്റ്റാർട്ടിങ് ഓഫ് നമ്മുടെ വിത്തൗട്ട് ഡോൾബി അറ്റ്മോസ് നമുക്ക് രണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. Let's start off from the Galaxy S25 Ultra. No, let's start off from the Xiaomi 15 Ultra, the latest edition. So $108 ആണ് നമുക്ക് ടോപ്പ് വന്നത്. ലെറ്റ്സ് ചെക്ക് ദി Galaxy S25 Ultra. ഓക്കെ, വലിയ ഡിഫറൻസ് ഇല്ല 107ഉം 108ഉം. ആൻഡ് മെയിൻ തിങ് ഫസ്റ്റ് ഓഫ് ഓൾ നോട്ടീസ് ചെയ്യാവുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ബേസ് ടോൺസ് നല്ല വ്യത്യാസമുണ്ട്. സോ ഇതിനകത്ത് നന്നായിട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട് ബേസ് ടോൺസ്. Xiaomi 15 Ultra നല്ല ഡെപ്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഫീൽ ചെയ്യുന്നത് നമുക്ക് ആ ബേസ് ടോൺസ്. പക്ഷേ S25 Ultra ആ ബേസ് ടോണിൻ്റെ ആ ഒരു ഡെപ്ത് കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് ഒരു എന്താ പറയുക, കുറച്ച് ഇൻസ്ട്രുമെൻ്റൽ ടോൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിലും ഈ ബേസ് ടോൺസ് എടുത്തുകൊണ്ട് വരുന്നില്ല. Xiaomi 15 Ultra അടിപൊളി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ബാക്കി ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസപ്പ് കേൾപ്പിച്ച് തരാം. 15 Ultra. Galaxy S25 Ultra. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ നമ്മുടെ രണ്ടിൻ്റെയും ഡോൾബി അറ്റ്മോസ് ഓൺ ആക്കിയിട്ട് ഇനി ഫൈനൽ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഡോൾബി അറ്റ്മോസ് ഓൺ ആക്കിയിട്ടുണ്ട്. ആൻഡ് രണ്ടിൻ്റെയും ഡോൾബി അറ്റ്മോസ് ഓൺ ആണ്. ആൻഡ് ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ടെസ്റ്റ്സ്. സ്റ്റാർട്ടിങ് ഓഫ് ഫ്രം ദ Galaxy S25 Ultra.
ഓക്കെ, ഗാലക്സി S24 അഗെയിൻ ദ റിഫൈൻമെൻറ്റ് ഇൻ ദ ഓഡിയോ ആണ് വരുന്നത്. ബേസ് ടോൺസ് ഇപ്പോഴും S24 കിട്ടുന്നില്ല. ഓക്കെ, ആൻഡ് നൗ ലെറ്റ്സ് ചെക്ക് ദ Xiaomi 15 Ultra. ഓക്കെ, ഇവിടെയും DB ഒരെണ്ണോടെ കൂടിയിട്ടുണ്ട്. 109ഉം 108ഉം എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഗാലക്സി S24 ഓഡിയോ നല്ല ക്രിസ്പായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റൽ ടോൺസ്, നല്ല ക്രിസ്പ് ക്ലിയർ, ഇങ്ങനെ നല്ല പ്രിസൈസ് ആൻഡ് ഓൺ ടു ദ പോയിൻ്റ് ആയിട്ടുള്ള അത്രയ്ക്ക് ഇൻസ്ട്രുമെൻ്റൽസും വോക്കൽസും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ ബേസ് ടോൺസ് ഓടിച്ച ബാക്കിയെല്ലാം നല്ല കില്ലാടിയായിട്ട് ക്രിസ്പ് ഡീറ്റെയിൽ ആയിട്ട് അത്രയ്ക്ക് പ്യൂരിറ്റിയോടെ എടുത്തുകൊണ്ട് S25 Ultra'യുടെ ഓഡിയോ. ഇനി നമ്മുടെ Xiaomi 15 Ultra. സോ ഈ വോയിസിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ക്രിസ്പിനെസ്സും ആ ഒരു പ്രിസൈസ് ഇൻസ്ട്രുമെൻ്റൽ എലമെൻസിൻ്റെ ആ ടോൺസ് അത് മിസ്സിംഗ് ആണ്. ഒരു ബേസ് ടോൺസിൻ്റെ ഒരു ഓവർലാപ്പ് വന്നിട്ട് ഇത് ആ ഒരു ടോൺസ് ഒന്ന് എന്തോന്ന് ഇതായിപ്പോയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വോളിയമും ഒക്കെ കൂടുതൽ Xiaomi 15 Ultra ആണ് ലൈറ്റായിട്ടൊരു അഡ്വാൻറ്റേജ്. പക്ഷേ ഈ ഒരു എന്താ പറയുക, ആ ഒരു പ്രിസൈസ് ഇൻസ്ട്രുമെൻ്റൽ ടോൺസും ആ ഒരു വോക്കൽ വോയിസസും ഒക്കെ കുറച്ചും കൂടെ പ്രിസൈസായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി ക്രിസ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നത് S25 Ultra'യിലും വേഴ്സസ് നമ്മുടെ ഈ ബേസ് ടോൺസ് അതുപോലെ തന്നെ എന്താ പറയുക ഇച്ചിരി കൂടെ ലൗഡ്നെസ് ഒക്കെ കൂടുതൽ നമ്മുടെ Xiaomi 15 Ultra ആണ്. സോ ഇത് കംപ്ലീറ്റ്ലി മൈ പേഴ്സണൽ ഒബ്സർവേഷനിൽ കിട്ടിയതാണ്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അതുതന്നെയാണ് ഞാൻ ക്ലോസപ്പ് ചെയ്ത് രണ്ടിൻ്റെ വോയിസ് ഏൽപ്പിച്ചത്. സോ ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. സെറ്റിംഗ്സ് ക്വിക്കായിട്ട് നോക്കിയാലോ. സോ സ്റ്റാർട്ടിങ് ഓഫ് നമ്മുടെ Xiaomi Hyper AI ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ Gemini ഉണ്ട്. അതുപോലെ AI ആപ്പ് ബൂസ്റ്റ് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. AI റൈറ്റിംഗ്, AIയുടെ ഡൈനാമിക് വാൾപേപ്പേഴ്സ്, AIയുടെ ഗാലറി എഡിറ്റർ, പിന്നെ AI സ്പീച്ച് റെക്കഗ്നിഷൻ, ഇൻ്റർപ്രെറ്റ് കോൺവെർസേഷൻസ് വിത്ത് AI ഇൻ്റർപ്രെറ്റർ, AI സബ്ടൈറ്റിൽസ്, AI സെർച്ച്, ഇത്രയും കാര്യങ്ങളുണ്ട്. ഫിംഗർ പ്രിൻറ്റ്സ്, ഫേസ് ഡാറ്റ ആൻഡ് സ്ക്രീൻ നോക്കിനകത്ത് നമ്മുടെ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക. അപ്പോൾ ഒരു പാറ്റേൺ ചോദിക്കുന്നുണ്ട്. സോ ഐ എം ഗോണ ഡ്രോ എ പാറ്റേൺ. ഓക്കെ, മെയിൻ പാറ്റേൺ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ മെയിൻ പാറ്റേൺ ഡ്രോ ചെയ്തു. പിന്നെ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡിന് സെക്കൻഡ് ഒരു പാറ്റേൺ ഡ്രോ ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ അനദർ പാറ്റേൺ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വേണമെങ്കിൽ നമുക്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം. ആൻഡ് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ദിസ് പാസ്വേഡ് പ്രൊട്ടക്ട്സ് ഫോളോയിങ് ഐറ്റംസ്. സോ മെസ്സേജസ്, ഫോട്ടോസ്, ഫയൽസ്, നോട്ട്സ് നമുക്ക് ഇവിടെ സേവ് ചെയ്തിടാം. ജസ്റ്റ് ഫോട്ടോസ് ടാപ്പ് ചെയ്യുക, യൂസ് കൊടുക്കുക. ഏതൊക്കെ ഫോട്ടോസാണ് എനിക്ക് ഇങ്ങോട്ട് ഇടേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതാണ് ഫോട്ടോസെങ്കിൽ സോ ജസ്റ്റ് ഈ ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്യുക ആൻഡ് ആഡ് ടു ആൽബം. ഓക്കെ, അതിനകത്ത് നമുക്ക് പ്രൈവറ്റ് ആൽബം കൊടുക്കാം. സോ മൂവ് ടു പ്രൈവറ്റ് ആൽബം. ഓക്കെ, കണ്ടോ ആ ഫോട്ടോസ് ഇവിടുന്ന് പോയി. ആരാണ് സെലക്ട് ചെയ്ത് നോക്കുക. സോ ജസ്റ്റ് ടാപ്പ് ദ ഫോട്ടോ ഓർ ഏത് ഫോട്ടോ നോക്കിയാൽ ജസ്റ്റ് ബാക്ക് പോവുക. എന്നിട്ട് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. നമുക്ക് ഇവിടെ ആഡ് ടു ആൽബം എന്ന ഓപ്ഷൻ അവിടെ ടാപ്പ് ചെയ്യുക. ജസ്റ്റ് പ്രൈവറ്റ് ആൽബം കൊടുക്കുക. ഓക്കെ, സോ യു ക്യാൻ സി ഈ രണ്ട് ഐറ്റംസ് നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗാലറിക്കകത്ത് ആ രണ്ട് ഐറ്റംസ് മിസ്സിംഗ് ആണ്. സോ ഒരു ഫ്ലവറും ഒരു ഫോണിൻ്റെയാണ്. ഇപ്പോൾ കാണാം ആണ്ടോ ആ ഒരു സ്ഥലം മിസ്സിംഗ് ആണ്. സോ ജസ്റ്റ് നമ്മുടെ ബാക്ക് ആൽബംസിൽ പോവുക. ആൽബംസിൽ പോയിട്ട് ഇങ്ങനെ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ റിലീസ് ടു ഓപ്പൺ പ്രൈവറ്റ് ഫോൾഡർ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു പാറ്റേൺ പ്രൈവസി പ്രൊട്ടക്ഷൻ്റെ പാറ്റേൺ അടിക്കുക. ആൻഡ് യു ക്യാൻ സി കണ്ടോ ആ രണ്ട് നമ്മൾ ഹൈഡാക്കി വെച്ച രണ്ട് ഫോട്ടോസും നമുക്ക് വേണം. സോ അങ്ങനെ ഒരു ലൊക്കേഷനാണ് നമുക്കിത് ഇവിടെ വരുന്നത്. ഇനി അത് ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യുന്നത് യൂസ് ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക. ഒന്ന് വെരിഫൈ ചെയ്യണം പാറ്റേൺ. സോ ഐ ഹാവ് ഡൺ വെരിഫിക്കേഷൻ. ഓക്കെ, ഫിംഗർ പ്രിൻറ്റ് വെരിഫൈഡ്. ഇനി ഞാൻ നെക്സ്റ്റ് ആൽബംസിൽ പോയി. ഓക്കെ, ആൽബംസിൽ നമ്മൾ നോർമൽ ആൽബംസിൽ പോയിട്ട് ഇവിടെ സ്വൈപ്പ് ചെയ്ത് കാര്യമില്ല. നമ്മുടെ നോർമൽ ഫോട്ടോ സെക്ഷനല്ല, ആൽബം സെക്ഷനിൽ പോയിട്ട് സ്വൈപ്പ് ഡൗൺ ചെയ്യുക. റിലീസ് ടു ഓപ്പൺ പ്രൈവറ്റ് ഫോൾഡർ ആൻഡ് നൗ യു ക്യാൻ യൂസ് ഹിയർ പാറ്റേൺ ആൻഡ് യു ക്യാൻ സി ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് നമ്മുടെ പ്രൈവറ്റ് ആൽബത്തിട്ട് പോകാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ആപ്സിനകത്ത് നമ്മുടെ ആപ്പ് ലോക്ക് ഡുവൽ ആപ്പൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ആപ്പ് ലോക്ക് ജസ്റ്റ് ടേൺ ഓൺ ചെയ്തു. ആൻഡ് ഇവിടെ ഒരു ന്യൂ പാറ്റേൺ ആണ്. ഞാൻ ജസ്റ്റ് നമ്മുടെ മെയിൻ പാറ്റേൺ ജസ്റ്റ് കൊടുക്കുകയാണ്. സോ ഡ്രോ വൺസ് അഗെയിൻ ടു കൺഫേം ദ പാറ്റേൺ. ഓക്കെ, നോട്ട് നൗ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നോട്ട് നൗ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലോക്ക് ചെയ്യാൻ പോണ ആപ്സ് നമുക്ക് സെലക്ട് ചെയ്തൊക്കെ ആപ്പ് ലോക്ക് ചെയ്യണം എന്നുള്ളതാണ്. സോ ഐ എം ഗോണ സെലക്ട് യൂസ് ആപ്പ് ലോക്ക്. ആൻഡ് ഏതൊക്കെ ആപ്സാണ് ഫോർ എക്സാമ്പിൾ ഞാൻ ഗെയിംസ് ഒക്കെയാണ് ലോക്ക് ചെയ്യാൻ പോകുന്നത്. ബാറ്റിൽ ഗ്രൗണ്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ആസ്വാൾട്ട്, ജെൻഷൻ ഇമ്പാക്റ്റ് ആൻഡ് നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി. സോ കോൾ ഓഫ് ഡ്യൂട്ടി. സോ ഉണ്ടോ ഇപ്പോൾ ലോക്ക് ചെയ്ത ആപ്സ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഈ ആപ്പിൽ ഫേസ് ഡാറ്റ യൂസ് ചെയ്യുന്നത് മീൻസ് നമ്മുടെ പാറ്റേണിൽ ഫേസ് ഡാറ്റ യൂസ് ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് യൂസ് ഫേസ് ഡാറ്റയാണ് കൊടുക്കുക. ഫേസ് സക്സസ്ഫുള്ളി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ നെക്സ്റ്റ് ടൈം ഇഫ് ഐ ഓപ്പൺ
ജെൻഷൻ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഉണ്ടോ അപ്പോൾ തന്നെ നമ്മുടെ പാസ്വേഡ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ യൂസ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് വരും ഉണ്ടോ 3 ഫേസ് പാറ്റേൺ ആൻഡ് ഫിംഗർ പ്രിൻ്റ് ഉണ്ടോ 3 ഒരേ രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ സെയിം തന്നെ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി ഏതായാലും സെയിം രീതിയിൽ തന്നെ ഓക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ജസ്റ്റ് ഇത് ഞാൻ ഫേസ് വെച്ചിട്ട് ചെയ്യാം ഫേസ് ഉണ്ടോ യു ക്യാൻ സി ഇൻസ്റ്റൻ്റ്ലി. സോ എല്ലാം ഈസി ആക്സസ് ആണ് കേട്ടോ. സോ അതാണ് നമ്മുടെ ആപ്പ് ലോക്ക്. ഓക്കെ ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഡുവൽ ആപ്പ് ദാറ്റ് മീൻസ് 2 ഫേസ്ബുക്ക് 2 വാട്സപ്പ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് ടാപ്പ് ക്രിയേറ്റ് ഏതൊക്കെ ആപ്പിന് വേണം ഈ 2 സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുക. സോ പിന്നെ ചിലരൊക്കെ 2 അക്കൗണ്ട്സ് വെച്ചിട്ട് ഗെയിം കളിക്കുന്നവരുണ്ട്, അതിനകത്ത് വരെ ഗെയിംസിന് സപ്പോർട്ടഡ് ആണ് ഇത്. ഓക്കെ സോ ക്രിയേറ്റിംഗ് ഡുവൽ ആപ്പ് കേട്ടോ. BGMI ഒക്കെ ഉണ്ട് സെറ്റ് ചെയ്തേക്കണേ. ആൻഡ് കോൾ ഓഫ് ഡ്യൂട്ടിക്ക് ഉണ്ട്, പിന്നെ ആമസോൺ സപ്പോർട്ടഡ് ആപ്സ് ലൈക്ക് എല്ലാത്തിനും മിക്കതിനും ഉണ്ടാവും. സോ യു ക്യാൻ സി ജസ്റ്റ് ബാറ്റിൽ ഗ്രൗണ്ട്സ് 1 ബാറ്റിൽ ഗ്രൗണ്ട്സ് 2 2 അക്കൗണ്ട് വെച്ച് കളിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ സോ അതാണ് നമ്മുടെ ഡുവൽ ആപ്പ് എന്നുള്ള സെക്ഷൻ ഉള്ളത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോ സ്റ്റാർട്ട് അതിൻ്റെ കുറച്ച് കസ്റ്റമൈസേഷൻ ഞാൻ ജസ്റ്റ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാണ് ഫോർ ദ മൊമെൻറ്റ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ബാറ്ററി. ഓക്കെ ഇനി നിങ്ങൾ ഈ ഹൈ പെർഫോമൻസ് ഉള്ള ഗെയിംസ് നമ്മളിപ്പോൾ കണ്ട ഗെയിംസൊക്കെ കളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് കറണ്ട് മോഡിൽ പോയിട്ടുണ്ടല്ലോ, പെർഫോമൻസ് മോഡ് ഓൺ ആക്കുക. സോ ഇതിനകത്തായിരിക്കും ഏറ്റവും ഹൈ പെർഫോമൻസിൽ നമുക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്യാൻ യു ക്യാൻ സി. പക്ഷേ ഫോൺ നോർമലിനേക്കാളും കുറച്ച് വാമം ആസ് ഞാനിപ്പോൾ കറൻ്റ്ലി കുറച്ച് ഒരു 2 days ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്ത് ലൈറ്റായിട്ടൊരു വാം ഉണ്ട് ഫോണിന്. സോ ഇഫ് യു ആർ ഗോണ യൂസ് ഇറ്റ് ഇൻ ദ പെർഫോമൻസ് മോഡ് ദെൻ ഇറ്റ്സ് ഗോണ ബി ഇച്ചിരി നോർമലിനേക്കാളും കുറച്ചുകൂടെ വാമാവും. സോ അപ്ഡേഷനൊക്കെ അനുസരിച്ച് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി വരും. പക്ഷേ ഇതിപ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് ആയ കാരണം കുറച്ച് വാമുണ്ട് ഫോണിന് നോർമലിൽ. സോ പെർഫോമൻസ് മോഡ് അങ്ങനെ അത്രയ്ക്ക് ഉള്ള സിറ്റുവേഷൻസിൽ മാത്രം ഇപ്പോൾ ട്രൈ ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ അപ്ഡേഷൻസിന് ശേഷം നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ സോ ഐ ആം ഗോണ സ്വിച്ച് ടു ദ ബാലൻസ്ഡ് മോഡ്. ആൻഡ് നിങ്ങൾക്ക് ബാറ്ററി സേവറാണ് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അൾട്രാ ബാറ്ററി സേവർ മാക്സിമം ബാറ്ററി സേവറിങ്ങിന് വേണ്ടി 91 മണിക്കൂർ 58 മിനിറ്റാണ് നമ്മൾ ഈ ഏകദേശം 99% കാണിക്കുന്നത്. വാവ് സ്റ്റണ്ണിങ്. ആൻഡ് കുറച്ച് ബാറ്ററി ചെക്കപ്പിൻ്റെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ദെൻ ചാർജിങ് ഓപ്ഷൻസ്, വയേർഡ് ചാർജിങ് മോഡ് അത് ഏറ്റവും മാക്സിമം സ്പീഡ് ഇടണോ അതോ സ്റ്റാൻഡേർഡ് ഇടണോ? ഐ വുഡ് റെക്കമെൻഡ് നിങ്ങളിപ്പോൾ ഒരു 1 year അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രീക്വൻ്റ് ആയിട്ട് അത്യാവശ്യം ഒരു റീസൈക്കിൾ ചെയ്ത് ദാറ്റ് മീൻസ് അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ടോപ്പ് സ്പീഡ് ഇട്ട് യൂസ് ചെയ്യുക. അല്ല നിങ്ങൾ അത്യാവശ്യം ഒരു 3 year പ്ലസ് പ്ലാൻസ് ഉണ്ട് ഫോൺസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ 3 to 5 or ഈവൻ മോർ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡിൽ മാത്രമായിട്ട് യൂസ് ചെയ്യുക. കാരണം ബാറ്ററി ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുമ്പോൾ. മറ്റേത് ഫാസ്റ്റ് ചാർജിങ് കാരണം ബാറ്ററി ഹെൽത്ത് ഇച്ചിരി കൂടെ ഫാസ്റ്റായിട്ട് ഡിപ്ലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഓൾവേസ് ട്രൈ to use in the standard mode. and the wireless charging ൻ്റെ ആ മോഡുണ്ട്. സോ അത് ടോപ്പ് സ്പീഡ് സൈലൻറ്റ് ഏത് രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ അതും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഏതാ യു ക്യാൻ സ്വിച്ച് ടു സ്റ്റാൻഡേർഡ് ഓർ സൈലൻറ്റ്, ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ യു. പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ദാറ്റ് മീൻസ് നമുക്ക് ബാക്കി റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസൊക്കെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സോ അതിൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ് 20% വരെ ഉണ്ട് കേട്ടോ. 20% താഴെ ബാറ്ററി പോയാൽ മാത്രമാണ് ഈ റിവേഴ്സ് വയർലെസ് ചാർജിങ് നിൽക്കുകയുള്ളൂ. സാധാരണയൊക്കെ യൂഷ്വലി കണ്ടുവരുന്ന 30% ഇറ്റ് ഈസ് ഓൾസോ നൈസ് തിങ്. ആൻഡ് ദേ ബാറ്ററി ഹെൽത്ത് നമ്മുടെ ഐഫോണിൻ്റെ കൂട്ട് ബാറ്ററി ഹെൽത്തിനകത്ത് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ബാറ്ററി ഹെൽത്ത് എത്രയുണ്ട്, സൈക്കിൾസ് എത്രയാണ്, മാനുഫാക്ചർ ഡേറ്റ്, ഫസ്റ്റ് യൂസ്, ബാറ്ററി പ്രൊട്ടക്ഷന് വേണ്ടി ഇതേ അതർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ എക്സാക്ട്ലി ലൈക്ക് നമ്മുടെ ഐഫോൺസിൽ വന്ന പോലെ തന്നെ സെയിം ഐറ്റം തന്നെ ഇതിനുണ്ട്. വാവ് വിച്ച് ഇസ് റിയലി നൈസ്. ദെൻ നമ്മുടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിനകത്ത് സം 5G ബാറ്ററി സേവർ, നൈറ്റ് ടൈം മോഡ്, കളർ ഇൻഫ്ലുവൻസ് മോഡ്, ഷെഡ്യൂൾ പവർ ഓൺ ആൻഡ് ഓഫ്, ഫ്രീമിയർ അപ്ഡേറ്റ്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് നമ്മുടെ ബാറ്ററിക്കകത്തുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ലോട്ട് ഓഫ് സെറ്റിങ്സ് ഇരിക്കുന്ന ഒരു ലൊക്കേഷനാണ് നമ്മുടെ ഈ ഒരു അഡീ സെറ്റിങ്സിനകത്ത് ആക്സബിലിറ്റി. അതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജസ്റ്റർ ഷോർട്ട് കട്ട്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലോഞ്ച് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ദാറ്റ് മീൻസ് ഈ പവർ ബട്ടണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ യു ക്യാൻ സി കണ്ടോ നമ്മുടെ ജെമിനി വരും. സോ ഇഫ് യു അതും വേണ്ടെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഓഫ് ചെയ്താൽ മതി കണ്ടോ നമ്മുടെ പവർ മെനു വരും. ഓക്കെ സോ ഗോട്ട് ഇറ്റ് ഉണ്ടോ നമ്മുടെ പവർ മെനു വന്നു. സോ ഇതനുസരിച്ച് നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കേട്ടോ. പിന്നെ ടേക്ക് എ സ്ക്രീൻഷോട്ട്, 3 fingers സ്വൈപ്പ് ഡൗൺ ചെയ്യാം സ്ക്രീൻഷോട്ടിന് വേണ്ടി, അല്ലെങ്കിൽ വോളിയം ഡൗൺ ബട്ടണും പവറും യു ക്യാൻ സി ജസ്റ്റ് വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ ഉണ്ടോ വോളിയം ഡൗൺ ബട്ടൺ പവർ ബട്ടൺ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആൻഡ് പാർഷ്യൽ സ്ക്രീൻഷോട്ട് ദാറ്റ് മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട ഡേറ്റയും ഈ ഒരു ഏരിയയിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ആധാർ കാർഡൊക്കെ പാസ്പോർട്ട് അങ്ങനത്തെ ഡേറ്റ ആണെങ്കിൽ യു ക്യാൻ സി ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് വിത്ത് 3 fingers. ഇതൊക്കെ ബേസിക് കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞു പോണേ, ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ സോ കണ്ടോ ഏത് ഏരിയ ആണോ വേണ്ടത് ആ ഏരിയ മാത്രമായിട്ട് സെലക്ട് ചെയ്യാണ്ടോ. അപ്പോൾ ഈ ഏരിയ മൊത്തം സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ സോ ഇനി അതിൻ്റെ സർക്കിൾ വേണോ അതോ വേറെ ഏതെങ്കിലും ഷേപ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഷേപ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതിനകത്ത് എഡിറ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓവർ നമ്മുടെ ഗാലക്സിയിലൊക്കെ നോട്ട് സീരീസിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന പോലെ നോട്ട് ചെയ്യണ്ടോ നമുക്ക് അതിൻ്റെ ഏത് ടൈപ്പ് പെൻ വേണം, സ്റ്റൈൽ വേണം, കളർ വേണം ഒക്കെ ഇത് മാറ്റി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നോട്ട്
ഇനി ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ കൊടുത്ത് ഡയറക്റ്റ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വിച്ച് ഈസ് നൈസ്. ഓക്കെ, സോ ഇതിനുള്ള മാത്രം ഓപ്ഷൻ കേട്ടോ. ഇഷ്ടം പോലെ ഫോൺസിലുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്വിക്കായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ ഡബിൾ പ്രസ് ദ പവർ ബട്ടൺ. ഓക്കെ, ഡബിൾ പ്രസ് ദ പവർ ബട്ടണിനകത്ത് നമുക്ക് ഡയറക്റ്റ് ക്യാമറയിട്ട് പോകാം. ഉണ്ടോ, ഇൻസ്റ്റൻറ്റ് നമ്മുടെ ക്യാമറ ലോഞ്ച് ആയി. പിന്നെ അത് ഫാസ്റ്റ് ഷോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഫാസ്റ്റ് ഷോട്ട് ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ലോക്ക് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഡൗൺ ബട്ടൺ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഫോട്ടോ എടുക്കും. ഉണ്ടോ, അതാണ് ഫാസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞ മോഡ്. ഓക്കെ, സോ അങ്ങനെ കുറച്ച് അടിപൊളി സാധനങ്ങളുണ്ട്. പിന്നെ ലെറ്റ് ഗോ ബാക്ക്. ഓക്കെ, പിന്നെ ഇത് ടേൺ ഓൺ ടോർച്ച്, ഡബിൾ പ്രസ് ദ പവർ ബട്ടൺ. ഇതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഫാസ്റ്റ് ഷോട്ട് നമ്മളിപ്പോൾ ഓൾറെഡി വോളിയം ഡൗൺ ബട്ടണിൽ ഓൾറെഡി ഞെക്കിയല്ലോ. അപ്പോൾ ഐ വുഡ് റെക്കമെൻഡ് പ്രസ് ദ പവർ ബട്ടണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോർച്ച് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ചോദിക്കും ടോർച്ച് വേണോ ക്യാമറ. അപ്പോൾ ഞാൻ ഓൾറെഡി ഫാസ്റ്റ് ഷൂട്ട് നമ്മൾ ഓൾറെഡി ഇട്ടേക്കണ കാരണം വേണമെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ക്യാമറയും ആക്സസ് ചെയ്യാം, അതേപോലെ തന്നെ നമ്മുടെ ഇതും ആക്സസ് ചെയ്യാം, വിച്ച് ഈസ് റിയലി നൈസ്. ബിക്കോസ് വൺ മോർ തിങ്, സോ അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടും സ്റ്റിൽ യു ആർ ഓൺ ദ ക്യാമറ യു ഐ. സോ നിങ്ങൾ ക്യാമറ യു ഐ എസെൻഷ്യലി ക്യാമറ യു ഐ ഓപ്പൺ ചെയ്ത പോലെയാണ്. അതിൻ്റെ കൂടെ ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ആ ഫോട്ടോ എടുക്കാന്നുള്ളത്. സോ രണ്ടും ഒറ്റയടിക്ക് കിട്ടില്ല. സോ ഐ വുഡ് റെക്കമെൻഡ് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്ട് വി കോൾ ടോർച്ച് വയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് ബാക്ക് ടാപ്പ്. ഓക്കെ, സോ ഡബിൾ ബാക്ക് ടാപ്പിൽ എന്ത് വർക്ക് ചെയ്യണം, സിംഗിൾ ബാക്ക് ടാപ്പിൽ, ട്രിപ്പിൾ ബാക്ക് ടാപ്പിൽ ഏത് വർക്ക് ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ ഡബിൾ ബാക്ക് ടാപ്പിൽ കാൽക്കുലേറ്റർ, ട്രിപ്പിൾ ബാക്ക് ടാപ്പിൽ ഫോർ എക്സാമ്പിൾ സൈലൻറ്റ് മോഡ്. ഓക്കെ, സോ ഐ തിങ്ക് ഉണ്ട് ഇതിനകത്ത് കുറച്ച് വേണ്ട മേളിട്ടുണ്ട്. ഓക്കെ, സോ ടേക്ക് എ സ്ക്രീൻഷോട്ട് കൊടുക്കാം. മറ്റേതിനകത്ത് വേറെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ, കൺട്രോൾ സെൻറ്റർ ഉണ്ട് അല്ലേ. ഓക്കെ, ഫോർ എക്സാമ്പിൾ കാൽക്കുലേറ്ററും സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ഞാൻ ഡബിൾ ബാക്ക് ടാപ്പ് ഒന്ന് ട്രൈ നോക്കുവാണ്. കാൽക്കുലേറ്റർ വന്നിട്ടോ ഡബിൾ ബാക്ക് ടാപ്പിൽ. ഇനി ട്രിപ്പിൾ ബാക്ക് ടാപ്പ് 1 2 3. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ അതും നമ്മൾ ബാക്ക് ടാപ്പ് ഫീച്ചേഴ്സ് പക്ക. ആൻഡ് നെക്സ്റ്റ് ഇഗ്നോർ ആക്സിഡൻറ്റ് ടച്ചസ് ഓൺ ദ എഡ്ജസ്. സോ യു ക്യാൻ സീ ഇതിൻ്റെ എഡ്ജുകൾ അത്യാവശ്യം ഉള്ളത് കാരണം ഉണ്ടല്ലോ, നിങ്ങൾ ചില സമയത്ത് ഇങ്ങനെയൊക്കെ പിടിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ പിടിക്കണം, ആക്സിഡൻറ്റ് ടച്ചസ് വരാണ്ടിരിക്കണ്ടോ. എക്സാക്റ്റ് ഏരിയ ആണ്, ഞാൻ ഇങ്ങനെ പിടിച്ചാൽ പോലെ എക്സാക്റ്റ് ഏരിയ ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിഗ് ഏരിയ, ഇനിയും ബിഗ് ഏരിയ കൊടുക്കാം. സോ അപ്പോൾ അത് എങ്ങനെ പിടിച്ചാലും കണ്ടോ, ഇങ്ങനെ പിടിച്ചാലൊക്കെ സീൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ കസ്റ്റം കൊടുക്കാം നിങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ നിങ്ങൾ യൂഷ്വലി ഫോൺ പിടിക്കുന്നത് ഇങ്ങനെയാണ്, ചെറുതായിട്ട് വരുള്ളൂ, അതനുസരിച്ച് ഇത് കസ്റ്റം കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫ്രണ്ട്സ് അനുസരിച്ച്. സോ ഐ വുഡ് റെക്കമെൻഡ് സ്മോൾ ഏരിയ ഇനഫാണ് എൻ്റെ രീതിയിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീഫോൾട്ടാണ് ആണെങ്കിൽ ഇച്ചിരി കൂടുതലായിരിക്കും. സോ ഇറ്റ്സ് അപ് ടു യു. ഐ വുഡ് കീപ്പ് ഇറ്റ് ഓൺ ദ ഡീഫോൾട്ട് ഇറ്റ് സെൽഫ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ക്വിക്ക് ബോൾ, അല്ലെങ്കിൽ കോൾ വി ക്യാൻ സേ ഇറ്റ് ആസ് അസിസ്റ്റീവ് ടച്ച്. നമ്മുടെ ഐഫോൺസിനെ കണ്ടുവരുന്ന സെയിം ആയിട്ടാണ്. സോ ജസ്റ്റ് ടാപ്പ് ചെയ്തു, യു ക്യാൻ സീ ചെറിയൊരു ഐക്കൺ ഉണ്ടോ, കണ്ടോ, ഇതാണ് ആ സാധനം, കണ്ടോ, ഇതാണ് സംഭവം. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യണുണ്ട്. നമ്മുടെ ഈ പവർ ബട്ടൺ ഉണ്ടല്ലോ അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ കൊണ്ടിടും. അപ്പോൾ ഇത് ചെറിയൊരു ഐക്കൺ പോലെ ഉണ്ടോ മാറിക്കോളൂ, ഇപ്പോൾ ഹിഡൻ ആവും കണ്ടോ. ഇനി നമുക്ക് എപ്പോഴാണോ അത് വേണ്ടത്, ജസ്റ്റ് ആ പവർ ബട്ടണിലൊരു വിർച്വൽ ടാപ്പ് പോലെ വരുമ്പോൾ നമുക്ക് അവിടെ ഞെക്കാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റൻറ്റ് അതിനകത്തുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്വിക്ക് ബോർഡ് എടുത്തു, സെലക്ട് ഷോർട്ട് കട്ട്സ് കൊടുക്കുക. ഏതൊക്കെ ഷോർട്ട് കട്ട്സാണ് നിങ്ങൾക്ക് വേണ്ടത്, ജസ്റ്റ് ഇത് ഹോം മാറ്റിയിട്ട് വേറെ വേണോ അതേ കണ്ട്. ഇനി നിങ്ങൾക്ക് ആപ്സ് ആണോ വേണ്ടത്, ഏത് ആപ്പാണോ വേണ്ടത്, നമ്മുടെ ആസ്വാൾട്ട്, വാട്ട് യു കോൾ, അല്ലെങ്കിൽ ബാറ്റിൽ ഗ്രൗണ്ട്സ്. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ വാട്ട് യു കോൾ ഷോർട്ട് കട്ട്സ് ആണ് വേണ്ടെങ്കിൽ ഷോർട്ട് കട്ട്സ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇതിനകത്ത് നിങ്ങൾ കൂടുതലും ഷോർട്ട് കട്ട്സ് സെറ്റ് ചെയ്യുക, കാരണം അതായിരിക്കും കുറച്ചുകൂടി ഈസി ആക്സസ് എന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ, ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ യു. ആൻഡ് നെക്സ്റ്റ് പ്രിഫേർഡ് ജെസ്ചർ, ടാപ്പ് വേണോ സ്വൈപ്പ് വേണം, ഐ വുഡ് റെക്കമെൻഡ് ടു കീപ്പ് ഇറ്റ് ഓൺ ദ ടാപ്പ് ഇറ്റ് സെൽഫ്. സോ അങ്ങനെ നിങ്ങൾക്ക് ഏത് സ്ക്രീനാണോ വേണ്ടത് അപ്പോൾ അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ഇൻസ്റ്റൻ്റായിട്ട് ആപ്പ് ഏതാണെന്ന് വെച്ചാൽ ഒരു ആപ്പ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ വൺ ഹാൻഡഡ് മോഡാണ്. സോ ജസ്റ്റ് ഓൺ ചെയ്യുക. ജസ്റ്റ് നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ, അതിൻ്റെ കോർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സോ യു ക്യാൻ സീ കണ്ടോ, അതിൻ്റെ റെസൊല്യൂഷൻ, വീഡിയോ ക്വാളിറ്റി, ഓറിയൻറ്റേഷൻ, സോഴ്സ്, ഏത് സൗണ്ടിൻ്റെ ഫ്രെയിം റേറ്റ്സ് ഒക്കെ അങ്ങനത്തെ ഇഷ്ടം പോലെ ടച്ചസ് ഷോ ചെയ്യണോ വേണ്ടയോ അത് കുറേ ഓപ്ഷൻസ് ഉണ്ടോ. പിന്നെ സർക്കിൾ ടു സെർച്ച് അതിൻ്റെ ഓപ്ഷൻസ്. ഓക്കെ, കണ്ടോ നമ്മുടെ ജെമിനിയുടെ സംഭവമാണ് സർക്കിൾ ടു സെർച്ച്. പിന്നെ നമ്മുടെ ഫ്ലോട്ടിംഗ് വിൻഡോസിൻ്റെ ഓപ്ഷൻ. സോ യു ക്യാൻ സീ കണ്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സൈഡ് ടൂൾ ബോക്സ് ഒരു ഐറ്റം ഉണ്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ ഇതിനകത്ത് നിങ്ങൾ ഷോർട്ട് കട്ട്സ് സെറ്റ് ചെയ്യാൻ നല്ലതെന്ന് പറയാൻ കാരണം ഈ സൈഡ് ബാർ ആണ്. സോ ഞാൻ ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാൻ പോട്ടോ. ഓക്കെ, യു ക്യാൻ സീ ഈ ഒരു സൈഡ് ബാർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഓൺ ദ റൈറ്റിൽ നമുക്ക് നമ്മുടെ ആ ഒരു അസിസ്റ്റീവ് ബോർഡ് ഉണ്ട്, ഓൺ ദ ലെഫ്റ്റിൽ നമ്മുടെ സൈഡ് ബാർ. ഇതിനകത്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആപ്സ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്, ഇതിപ്പോൾ റൈറ്റ് അല്ല ലെഫ്റ്റ് ആക്കാം, അതിനകത്ത് നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സും ആൻഡ് ഓൺ ദ ലെഫ്റ്റിൽ നിങ്ങൾക്ക് ആപ്സും. ഇതും കസ്റ്റമൈസബിൾ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് പ്ലസ് കൊടുക്കുക, ഏതൊക്കെ ആപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഇഷ്ടമുള്ള ആപ്പ് സെലക്ട് ചെയ്യുക. ഇനി ഏതൊക്കെയാണോ വേണ്ടാത്തത് അത് ഇവിടുന്ന് അൺസെലക്ട് ചെയ്യുക ആൻഡ് ജസ്റ്റ് ക്ലിക്ക് ഡൺ ആൻഡ്
ജസ്റ്റ് സ്വൈപ്പ് അവേയിൽ നിങ്ങൾക്ക് വേണ്ട ആപ്സ് മാത്രം ഉണ്ടാവും. അത് കുറേ ഉള്ളത് കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ലോഞ്ച് ജസ്റ്റ് സ്വൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. പക്ഷേ ഈവൺ ഫാസ്റ്റർ ദാൻ ദാറ്റ് യു ക്യാൻ സി ഇപ്പോൾ നിങ്ങൾ നിൽക്കുവാണ്. സോ ജസ്റ്റ് ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യണം. ആൻഡ് ബെസ്റ്റ് പാർട്ട് ഈസ് നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ചെറിയ വിൻഡോയിൽ ഓപ്പൺ ആവും. ഇപ്പോൾ ഞാൻ ക്രോമിൽ അത്യാവശ്യമായിട്ട് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. ആ സെയിം സമയത്ത് എനിക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു ഫോട്ടോ നോക്കി ഒരു ഡേറ്റ ഇവിടെ എൻ്റർ ചെയ്യണം. സോ നോർമലി ഗാലറി പോയിട്ട് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ സ്വിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ഞാൻ ഗാലറി ടാപ്പ് ചെയ്തു കണ്ടോ, ഗാലറി ചെറിയൊരു വിൻഡോയിൽ ഓപ്പൺ ആയത്. അതെനിക്ക് സ്ക്രീനിൻ്റെ എവിടെ വേണമെങ്കിലും ആക്കാൻ കണ്ടോ. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ നോക്കിയിട്ട് ഫോർ എക്സാമ്പിൾ ഫോട്ടോ മീൻ വൈൽ അതിനോടൊപ്പം തന്നെ എനിക്ക് നമ്മുടെ ക്രോം ആക്സ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇതിനകത്ത് കുറച്ച് കസ്റ്റമൈസേഷൻ പറയാം. സോ ഇതിനിപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കണമെങ്കിൽ ഇതിപ്പോൾ സ്മോൾ പോപ്പ് വിൻഡോ എന്ന രീതിയിലാണ് നിൽക്കണേ. ഇനി സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കണമെങ്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുക കണ്ടോ. അപ്പോൾ ക്രോം ഒരു പേജിൽ ഗാലറി ഒരു പേജിൽ ഇനി ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഉണ്ടോ ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് എഗെയിൻ ഞാനിപ്പോൾ ഇവിടെ എത്തി. എനിക്കിത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് വേറെ രീതിയിൽ മീൻസ് ആ ചെറിയ പപ്പ് വിൻഡോ ആണെങ്കിൽ അങ്ങനെ തന്നെ ആക്കാം. അല്ലെങ്കിൽ അവിടെ തൊട്ട് കഴിഞ്ഞിട്ട് എനിക്കിനി മേളിൽ ക്രോം അതേപോലെ തന്നെ താഴെ ഗാലറി ആ രീതിയിലും ആക്കാം. ഇനി ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ ഫുൾ സ്ക്രീനും ആക്കാം. സോ ഏത് രീതിയിൽ വേണമെന്നുള്ള കസ്റ്റമൈസേഷനും നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് ലെറ്റ്സ് go back to the accessibility സെറ്റിങ്സ് ആൻഡ് ആക്സസിബിലിറ്റി ഏരിയാസ് നമ്മൾ കഴിഞ്ഞു. ആൻഡ് ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് വിൻഡോസ് അതിൻ്റെ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ. ആൻഡ് നെക്സ്റ്റ് മെമ്മറി എക്സ്റ്റൻഷൻ. സോ ആക്ച്വലി ഇത് 16 GB റാം 512 GB സ്റ്റോറേജ് ആണ്. അഗെയിൻ വി ആർ ഗെറ്റിംഗ് ആൻ അഡീഷണൽ 16 GB. സോ നമുക്ക് 16 + 16 32 GB റാം ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ബട്ട് 16 ഈസ് മോർ ദാൻ, സോ ഐ വുഡ് റെക്കമെൻഡ് ടു കീപ് ഇറ്റ് ഓഫ്. സോ ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെക്കൻഡ് സ്പേസ്. ഓക്കെ, ദാറ്റ് മീൻസ് ഞാൻ ജസ്റ്റ് 10 സെക്കൻഡ് സ്പേസ് കൊടുക്കാം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞങ്ങൾക്കൊരു ബിസിനസ് ഫോൺ വേണം, ഒരു പേഴ്സണൽ ഫോൺ വേണമെങ്കിൽ ദിസ് ഈസ് ദ അബ്സല്യൂട്ട് ബെസ്റ്റ് ചോയ്സ്. സോ യു ക്യാൻ സി കണ്ടിന്യൂ കൊടുക്കുക. രണ്ടാമത്തെ സ്ക്രീനിൽ എങ്ങനെ പോകേണ്ടത് അപ്പോൾ ഞാൻ യൂസിങ് എ പാസ്വേഡ് എന്ന് കൊടുത്തു. സോ സെറ്റ് നൗ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് 7 കൊടുക്കുന്നുണ്ടോ. 7 ഫസ്റ്റ് പേജിൻ്റെ പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേജിൻ്റെ പാസ്വേഡ് ഇതാണ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്പേസിൻ്റെ പാസ്വേഡ് അതാണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് കൊടുത്തു. ഡൺ. ഫിംഗർ പ്രിൻറ്റ് വേണോ അതൊക്കെ ഫേസ് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം ഫോർ മൊമെൻറ്റ് റൈറ്റ് നൗ. സോ യു ക്യാൻ സി അതിനകത്ത് നമ്മൾ കണ്ടല്ലോ BGMI കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് സെപ്പറേറ്റ് ഒരു ഫോൺ പോലെ. ഈ ഫൈനൽ ഫോണായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു പുതിയ ഫോൺ. അതിനകത്ത് കോൺടാക്ട്സിൽ നമ്പർ ഉണ്ടാവില്ല, സ്പേസിൽ മീൻസ് ചാറ്റ്സിലൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഫ്രഷ് ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ വർക്ക് അക്കൗണ്ട് സെറ്റപ്പോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡറി അക്കൗണ്ട് മാത്രമുള്ള സെറ്റപ്പ്, ഗാലറി കംപ്ലീറ്റ്ലി ക്ലീൻ ആയിരിക്കും കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ഒരു ന്യൂ ഫോൺ. ഈവൻ പ്ലേ സ്റ്റോറിൽ പോലും അക്കൗണ്ട് ഉണ്ടാവില്ല. സോ യു ക്യാൻ സി അവിടെ നിങ്ങൾക്ക് മെയിൻ അക്കൗണ്ട് അവിടെ യൂസ് ചെയ്യാം, സെക്കൻഡറി അക്കൗണ്ട് വർക്ക് അക്കൗണ്ട് ഇവിടെ യൂസ് ചെയ്യാം. സോ ആൻഡ് ഇനി തിരിച്ച് മറ്റേ മെയിനായിട്ട് പോകണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഒന്നുമില്ല, ഡേറ്റ ഒന്നുമില്ല. ആൻഡ് ഗാലറി ഓപ്പൺ ആക്കി ഗാലറിക്കകത്തും ഡേറ്റ ഒന്നുമില്ല കണ്ടോ, കംപ്ലീറ്റ്ലി ന്യൂ ഫോൺ പോലെ. ആൻഡ് ജസ്റ്റ് ഞാൻ സ്വിച്ച് ചെയ്യുക. സ്വിച്ച് ഒന്നെങ്കിൽ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് മാറ്റാം. സ്വിച്ച് ചെയ്യുമ്പോൾ മെയിൻ ഫോണിട്ട് പോകും. അപ്പോൾ പാറ്റേൺ ചോദിക്കും. സ്വിച്ച് ചെയ്തു, മെയിനിൻ്റെ പാറ്റേൺ ചോദിച്ചു. ആൻഡ് ഐ ആം ഗോണ എൻ്റർ. ആൻഡ് ജസ്റ്റ് ഞാൻ ഹോം ഞെക്കി കണ്ടോ, ആപ്സുകളെല്ലാം വന്നു, ഗാലറി ഡേറ്റ എല്ലാം വന്നു കണ്ടോ. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ബെസ്റ്റ് പാർട്ട് ഈസ് ഐ ആം ലോക്കിംഗ് ദ ഫോൺ. ഇപ്പോൾ എനിക്കൊരു വർക്കിൻ്റെ ആക്സസിനാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. സോ എനിക്ക് മെയിൻ ഫോണിട്ടല്ല സെക്കൻഡറി ഫോണിട്ട്. ദാറ്റ് മീൻസ് എൻ്റെ 7 പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുള്ള ലൊക്കേഷനിൽ എത്തണ്ടേ ഇൻസ്റ്റൻ്റ്ലി. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് 7 ഡ്രോ ചെയ്തു. ഇൻസ്റ്റൻ്റായിട്ട് എൻ്റെ സെക്കൻഡറി ലൊക്കേഷനിൽ ഡയറക്റ്റായിട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ മെയിനിൽ പോയിട്ട് പിന്നെ സെക്കൻഡ് സ്വിച്ച് ചെയ്തൊന്നും ആവശ്യമില്ല, വിച്ച് ഈസ് റിയലി നൈസ്. ഓക്കെ, ഐ ആം ഗോണ പിന്നെ ഞാൻ ലോക്ക് ചെയ്തു. മെയിനിട്ട് പോകണോ, എൻ്റെ മെയിൻ പാറ്റേൺ ഡ്രോ ചെയ്തു. ആൻഡ് യു ക്യാൻ സി ഇറ്റ്സ് ഓൺ ദ മെയിൻ ഡിവൈസ്. സോ നല്ലൊരു പരിപാടിയാണത്. പിന്നെ കുറച്ച് അഡീഷണൽ സെറ്റിംഗ്സ് ആയിട്ടുള്ള ആക്റ്റീവ് വിഷ്വൽ പെർസെപ്ഷൻ, AI സബ് ടൈറ്റിൽസ്, OTG ഓണോ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻസ്, അങ്ങനത്തെ കുറച്ച് ബേസിക് സാധനങ്ങളാണ് ഉള്ളത്. ആൻഡ് ദെൻ നമ്മുടെ കസ്റ്റമൈസേഷൻ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കുറച്ച് ക്വിക്കായിട്ടെന്ന് പറയാം. സോ ഇവിടെയാണ് നമ്മുടെ ഫോണിൻ്റെ ഫുൾ കസ്റ്റമൈസേഷൻ ഉള്ളത് കേട്ടോ. നമ്മുടെ ലോക്ക് സ്ക്രീൻ സ്റ്റൈല് ഏത് വേണം. സോ യു ക്യാൻ സി ഇത് നല്ല അടിപൊളി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. യു ക്യാൻ സി ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുക ഉണ്ടോ. ഇത് ഏത് സ്റ്റൈലാണ് വേണ്ടി ഇഷ്ടം പോലെ സ്റ്റൈൽസ്, നല്ല പ്രീമിയം രസമുള്ളതാണ്. അല്ലാണ്ട് ഉണ്ടോ ഇഷ്ടം പോലെ സാധനമുണ്ട് കണ്ടോ. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അതെ ആണ് അമ്മാരി ഓപ്ഷൻസ്. ഫോൺ ഇത് കൊള്ളാം. ഓക്കെ, മാൻ. ഓക്കെ, അത് കൊള്ളാം. പിന്നെ എൻ്റെ ടെക്സ്റ്റ്. സോ ഗോഡ് ഈസ് ലവ്. ഓക്കെ, ഞാനത് സേവ് ചെയ്തു. ആൻഡ് ഫോണിൻ്റെ എഫക്ട്സ് ഏത് വേണം.
നമുക്ക് ആ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ഓവർലാപ്പ് കൊടുക്കാം. ഇങ്ങിൻ്റെ ഒക്കെ ടൈപ്പ് എഫക്ട്സ് ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇങ്ങനത്തെ എഫക്ട്സ്, ബ്ലർ, അതേപോലത്തെ ഏത് രീതിയിൽ വേണമെങ്കിലും ഒറിജിനൽ വേണോ ഏത് സ്റ്റൈൽസ് വേണോ ആ രീതിയിലുള്ള കുറച്ച് കസ്റ്റമൈസേഷനൊക്കെ ഉണ്ട്. ആൻഡ് ഇത് വാൾപേപ്പേഴ്സ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. കുറച്ച് നല്ല അടിപൊളി പ്രീമിയം ടൈപ്പ് ഓഫ് വാൾപേപ്പേഴ്സ് തന്നെ ഉണ്ട് കേട്ടോ. സോ നമ്മൾ അത്യാവശ്യം നൈസ് സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. സോ കണ്ടോ, കാണാനൊക്കെ നല്ല രസമുള്ള ഐറ്റംസ്. ഓക്കെ, കണ്ടോ, അതിൻ്റെ ഡെപ്ത്ത് കൂട്ടാൻ ഡെപ്ത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ, അതനുസരിച്ചുള്ള. വാവ്, നൈസ്. ഉള്ളി ലോക്ക് സ്ക്രീൻ കൊടുത്തു. ഓക്കെ, കണ്ടോ. ഇനി ഹോം സ്ക്രീൻ തന്നെ സെപ്പറേറ്റ് കസ്റ്റമൈസേഷൻ, ഹോം സ്ക്രീൻ എഫക്ട്സ്, വാൾപേപ്പർ സ്ക്രോൾ കണ്ടെന്ന് വെച്ചാൽ മീൻസ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് വാൾപേപ്പർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സംഭവം. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കസ്റ്റമൈസേഷൻ. പിന്നെ നമ്മുടെ ലോക്ക് സ്ക്രീൻ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇതിനകത്ത് ലോക്ക് സ്ക്രീനൊക്കെ ആ ഒരു ലുക്ക് ഉണ്ടോ കസ്റ്റമൈസ്, നമ്മൾ തൊട്ട് മുമ്പ് കസ്റ്റമൈസ് ചെയ്ത് അതിൻ്റെ ഒരു പേജാണ്. ഇനിയിപ്പോൾ അത് വേറെ രീതിയിലുള്ള വേറെ പ്രീഡിഫൈൻഡ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. ഇനി അതിന് പുറമേ കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ വേറെ തന്നെ അവർ വാൾപേപ്പേഴ്സ് തന്നിട്ടുണ്ട്. സോ ആ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ പോസിബിളാണ്. സോ ഇറ്റ്സ് എ ലോട്ട് ഓഫ് സ്റ്റഫ്സ് ഗോയിങ് ഓൺ അവേ. ആൻഡ് ഇത് കണ്ടോ, 6:1 കാണിച്ചേക്കുന്ന രീതിയുണ്ട്, ഇത്ര വലിയ രീതിയിൽ. സോ അവിടെയും കുറേ ഐറ്റംസ്. ഓക്കെ, സി കണ്ടോ, ഇത് കൊള്ളാം അല്ലേ. ഡേറ്റ് സാറ്റർഡേ ആണോ സൺഡേ ആണോ, പിന്നെ ടൈം സാറ്റർഡേ ആണോ സൺഡേ ആണോ, ഡേറ്റ് എല്ലാം ഉണ്ട്. ഓക്കെ, ഇത് ഭയങ്കര പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. രക്ഷയില്ല. സോ യു ക്യാൻ സി കസ്റ്റമൈസ്. കണ്ടോ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആൽബം സ്റ്റോറീസ് പകരം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ടെക്സ്റ്റ് അങ്ങനെ കൊടുക്കാം. ഓക്കെ, സോ നല്ല ഹൈ എൻഡ് കസ്റ്റമൈസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക്, വിച്ച് ഈസ് റിയലി സ്റ്റണ്ണിങ്. ഓക്കെ, സോ ഏതായാലും എല്ലാത്തിനും ഒരു കിടുക്കൻ എഫക്റ്റ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ കൊടുക്കുക കാരണം. വാവ്, കൊള്ളാം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ജസ്റ്റ് ഓൺ ആക്കുക. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്കിത് സെയിം ആസ് ലോക്ക് സ്ക്രീനിന് തന്നെ സെയിം രീതിയിൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പറ്റും. സോ യു ക്യാൻ സി ആൻഡ് ജസ്റ്റ് ഓൺ ലോക്ക്. കണ്ടോ, നമ്മുടെ ഐഫോണിനകത്തൊക്കെയുള്ള ആ ലോക്ക് സ്ക്രീൻ ഓൺ ആക്കുന്ന രീതിയിൽ നമ്മുടെ ഇതിലിട്ട് വന്ന രീതിയിൽ. പിന്നെ അതല്ലാതെ കസ്റ്റമാണെങ്കിൽ നമുക്കിത് പണ്ടത്തെ നമ്മുടെ സെയിം സോർട്ട് ഓഫ് ഓൾഡ് ടൈപ്പ് ലോക്ക് സ്ക്രീൻ നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാം. സോ ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, അതിൻ്റെയും കുറച്ച് കസ്റ്റമൈസേഷൻ. ഡിസ്പ്ലേ ടൈം എപ്പോഴും കാണണോ, അതോ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ കണ്ടാൽ മതിയോ, അതോ ഇതാണ് ഏറ്റവും പവർ സേവിങ് അല്ല, ഫോർ 10 seconds ആഫ്റ്റർ ടാപ്പിംഗ് ജസ്റ്റ് തൊടുക, അപ്പോൾ 10 സെക്കൻഡ് നേരത്തെ കാണിക്കും, പിന്നെ ഓഫായി പോകും. പിന്നെ ഷെഡ്യൂൾ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇത് ഐക്കൺസിൻ്റെ സൈസ് എങ്ങനെ വേണം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഏത് വേണം, അങ്ങനത്തെ കസ്റ്റമൈസേഷൻ. പിന്നെ നോട്ടിഫിക്കേഷൻ എഫക്ട്സ്. ഓക്കെ, ഇതിനകത്ത് സ്റ്റിൽ എനിക്ക് ഒരു ഇത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലിമിറ്റഡ് ആണ്. കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നൈസായിരുന്നു. നമ്മുടെ എഡ്ജ് ലൈറ്റിംഗ് ഒക്കെ പോലെ നമ്മുടെ സാംസങ്ങിനകത്ത് ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ, അവിടെ ഭയങ്കര കസ്റ്റമൈസേഷൻ ലിമിറ്റഡ് ആണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ എഫക്ട്സ്. പിന്നെ ഈ ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് എഫ് ഇതിപ്പോൾ ഉള്ളത് തന്നെ നൈസാണ് കേട്ടോ. ഓക്കെ, എല്ലാത്തിലും ഒന്ന് രസമാക്കിയിട്ടുണ്ട്. എല്ലാത്തിലും ആ ഒരു നല്ല സ്മൂത്തായിട്ടുള്ള ആനിമേഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്, വിച്ച് ലുക്സ് സ്റ്റണ്ണിങ്. ആൻഡ് നമ്മുടെ വാൾപേപ്പേഴ്സ് മീൻസ് ഓരോ തവണ നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ ഓരോ വാൾപേപ്പേഴ്സാണ് ഓപ്ഷൻസ്. ഓക്കെ, അതിനകത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കേട്ടോ, ഏത് ടൈപ്പ് കാറ്റഗറി വേണമെന്നുള്ള സെലക്ട് ചെയ്യാം, ഇല്ലാത്തത് നമുക്ക് അൺഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ നമ്മുടെ തീംസ് അത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ AI ഡൈനാമിക് വാൾപേപ്പേഴ്സ് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ആണുള്ളത്. ഓക്കെ, അത് നമ്മുടെ അക്കൗണ്ടിലൊക്കെ ലോഗിൻ ചെയ്ത് സെറ്റ് ആക്കണം. പിന്നെ അവരുടെ കുറേ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഹോം സ്ക്രീനകത്തത് ഇപ്പോൾ വിത്ത് ആപ്പ് ഡ്രോയർ ആണോ വിത്തൗട്ട് ആപ്പ് ഡ്രോയർ ആണോ വേണ്ടത്. ദാറ്റ് മീൻസ് ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഹോം സ്ക്രീനും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വടി കോൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതും വരുന്നുണ്ട്. സോ ഇത് രണ്ടും വേണ്ടെങ്കിൽ ഒറ്റ പേജ് മാത്രം മതി ഇത് ക്ലാസ്സിൽ കൊടുക്കുക, അപ്പോൾ ഈ ആപ്പ് ഡ്രോയർ ഉണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ദെൻ പിന്നെ ഈ ലൈറ്റ് മോഡ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ കാരണം ഐക്കൺസ് ഒക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും. വെയിറ്റ് കണ്ടോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രിസൈസ് ടച്ച് ഇങ്ങനെ ടച്ച് ചെയ്താൽ പോലും പ്രിസൈസ് ടച്ചസ് ആയിരിക്കും. സോ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് ഇച്ചിരി ഒരു വ്യത്യാസമുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ സെറ്റിങ്സിനകത്ത് ടച്ചസ് വരെ അത്യാവശ്യം പ്രിസൈസ് ആയിരിക്കും. കണ്ടോ, ഫോണിൻ്റെ സൈസ് കൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ടച്ച് ചെയ്യാൻ പോകുന്നത് ബാറ്ററി കണ്ടോ, മിസ് ടച്ചസ് ഒക്കെ വളരെ കുറവായിരിക്കും. പിന്നെ ആ ജെസ്റ്റർ മാറിയിട്ട് ബട്ടൺസ് വന്നു. ഓക്കെ, സോ അങ്ങനത്തെയും ഓപ്ഷൻസ് ഉണ്ട്. ഗോ ബാക്ക്, സോ ടേൺ ഓഫ് ഫ്ലൈറ്റ് മോഡ്. ഓക്കെ, സോ ഹോം സ്ക്രീൻ പിന്നെ ചില സെറ്റിങ്സേ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഗൂഗിൾ ഡിസ്കവർ, ഇപ്പോൾ അതിൽ എക്സ്ട്രീം ലെഫ്റ്റിട്ട് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ ഡിസ്കവർ ഉണ്ടാവും. അത് വേണമെങ്കിൽ ജസ്റ്റ് ഇത് ഇവിടെ ടാപ്പ് ചെയ്യുക, ഗൂഗിൾ ഡിസ്കവർ ജസ്റ്റ് ഓഫ് ആക്കിയേക്കുക. പിന്നെ ആനിമേഷൻ സ്പീഡ് ഇപ്പോൾ കണ്ടോ, നല്ല രസമുണ്ട് ആനിമേഷൻ ഉണ്ട്. പോണ കണ്ടോ, ഇപ്പോൾ ഒരു ഗാലറി എടുത്ത് ഗാലറി പോകണുണ്ടോ,
എല്ലാത്തിനും നല്ലൊരു രസമുണ്ട് യൂസ് ചെയ്യണോ, ഭയങ്കര സ്മൂത്ത് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള നല്ല ഫ്ലൂയിഡിക് ആനിമേഷൻസ്. ഇനി അത് വേണ്ട, വേറെ രീതിയിൽ വേണമെങ്കിൽ ഇത് റിലാക്സ് മാറ്റിയിട്ട് ഫാസ്റ്റ് ആക്കുക. സോ ഉണ്ടോ ആ ഒരു സ്മൂത്ത്നെസ് പോയി, പക്ഷേ സ്റ്റിൽ ആ ഒരു ഫാസ്റ്റ്നെസ്, ആ ഒരു ടക്ക് 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 നമ്മൾ 1+60 ഒക്കെ പണ്ടത്തെ ആ ഒരു ആനിമേഷൻ്റെ ഒരു ടെ സ്റ്റിൽ സ്മൂത്താണ്, പക്ഷേ സ്റ്റിൽ ഫാസ്റ്റാണ്. ആ രീതിയിലുള്ള ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ കുറച്ച് ഹോം സ്ക്രീനിൻ്റെ ലേ ഔട്ട് എങ്ങനെ വേണം, ഡെൻസ് അങ്ങനെ കുറേ ഇഷ്ടം പോലെ ഒറ്റ പേജ് തന്നെ ഇടുന്ന രീതിയിൽ വേണോ, അതുകൊണ്ട് അങ്ങനെയാണ് ഡെൻസ് ഇടുക. അപ്പോൾ ചെറിയ ചെറിയ ഐക്കൺസ് ആയിരിക്കും, കുറേ സപ്പോർട്ട് ചെയ്യും ആ രീതിയിൽ ഓപ്ഷൻസ്. പിന്നെ സിസ്റ്റം നാവിഗേഷൻ, ജെസ്ചർ വേണോ ബട്ടൺ വേണോ, അപ്പോൾ നിങ്ങൾക്ക് ബട്ടൺ ഇൻട്രസ്റ്റ് എങ്കിൽ ബട്ടൺ ഇടുക. ഓക്കെ ദാറ്റ് മീൻസ് അങ്ങനെ. പിന്നെ ആ ബട്ടണിൽ തന്നെ കുറേ ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ബട്ടൺ മീൻസ് പവർ പ്ലസ് ബാക്ക് അല്ലെങ്കിൽ പവർ പ്ലസ് ഹോം ഞെക്കി എന്നിട്ട് ടേക്ക് എ സ്ക്രീൻഷോട്ട് എടുത്തു. പവർ പ്ലസ് ഹോം ദേ ഉണ്ടോ സ്ക്രീൻഷോട്ട്, പവർ ബട്ടണും ഹോമും, അങ്ങനെ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ഉണ്ട് നമുക്കവിടെ. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ഗോ ബാക്ക് ടു ദ ജെസ്റ്റേഴ്സ് തന്നെയാണ് എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് ഇപ്പോൾ കണ്ടു താഴെ ഒരു ജെസ്റ്റർ ഗൈഡ് ബാർ ഉണ്ട്, അതും വേണ്ടെങ്കിൽ ഇതേ ഹൈറ്റ്സ് ഫുൾ സ്ക്രീൻ ഇൻഡിക്കേറ്റർ കൊടുക്കുക. ഉണ്ടോ ഫുള്ളി ഇമ്മേഴ്സീവായി. സോ ഇറ്റ്സ് അപ് ടു യു, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അറേഞ്ച് ഐറ്റംസ് ഇൻ റീസൺസ് ഉണ്ട്, ഇപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ സോ ജസ്റ്റ് അറേഞ്ച് ഇൻ ഐറ്റംസ് ഇൻ റീസൺസ് വെർട്ടിക്കലി മാറ്റിയിട്ട് ഹൊറിസോണ്ടലി ആക്കുക. യു ക്യാൻ സി ഉണ്ടോ ഇപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, പിന്നെ നമ്മൾ യൂഷ്വലി നമ്മുടെ ഇതിൻ്റെ ബാക്കിയിട്ടൊക്കെ പോകണം ഇങ്ങനെയാണല്ലോ, അത് മീൻസ് ഇങ്ങനെ എടുത്തു അടുത്തെടുത്തു. ഇത് നമ്മൾ ഈ ഒരു ജസ്റ്റർ ഗൈഡ് ബാറിൽ ഇതിങ്ങനെ പോയാൽ മതി. ഇതൊന്നും ഇതിൻ്റെ ഫീച്ചറല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. പിന്നെ മെമ്മറി സ്റ്റാറ്റസ് നമുക്ക് കാണാനായിട്ട് ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 9.1 GB അവൈലബിൾ ഔട്ട് ഓഫ് 16 GB. ഓക്കെ, സോ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ബ്ലർ ആപ്പ് റിവ്യൂസ്. സോ യു ക്യാൻ സി ഇപ്പോൾ എന്താ പറയുക, ഇപ്പം നിങ്ങൾ ഇതിനകത്തെ ഈ ഒരു ഫോൺ എന്നുള്ള ആപ്പിനകത്തൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് നമ്പർ ദാറ്റ് കുഡ് നോട്ട് ബി ആരും വേറെ ആരും കാണരുത്, അങ്ങനത്തെ ഒരു നമ്പർ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു നമ്പർ 1239 ഇങ്ങനെ ഒരു നമ്പർ. ഓക്കെ, സോ ഇതാരും കാണരുത്. സോ ബട്ട് നിങ്ങൾ എന്തൊരു കാര്യത്തിൽ ഇങ്ങനെ എടുത്ത് പണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനത്തെ റീസൺസിൽ വരെ കാണാൻ പറ്റും. സോ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ സെറ്റിങ്സിനകത്ത്, നമ്മുടെ ഹോം സ്ക്രീനിനകത്ത് ഏറ്റവും താഴെ അറേഞ്ച് ഐറ്റംസ് ഇൻ റീസൺസിനകത്ത് ബ്ലർ ആപ്പ് റിവ്യൂസിനകത്ത് ഫോൺ എടുക്കുക. ഫോൺ ഓണാക്കി. ഇപ്പോൾ എന്നാ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്പ് റിവ്യൂസ് ഉള്ളത് ബ്ലറായിരിക്കും. ഇനി ആ ഫോൺ കണ്ടോ, അതിനകത്ത് ഒന്നും കാണാൻ പറ്റില്ല, എന്തോ ലോക്ക് എന്നുള്ള ഐക്കൺ വന്നു. എപ്പോൾ ഒക്കെ ഞാൻ ഈ ഫോൺ അൺലോക്ക് ചെയ്യണോ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറെ ഇപ്പോൾ കാണുന്നൊരു ആപ്പ് പറഞ്ഞുതരാം. സോ കണ്ടോ ഗാലറി ഇപ്പോൾ കാണാൻ പറ്റില്ല, കാരണം ഗാലറിയുടെ ഞാനിപ്പോൾ ഓഫാക്കി. ഇനിയിപ്പം ഗാലറിയിൽ കണ്ടന്റ് കാണാൻ പറ്റും. കണ്ടോ ഗാലറിയിൽ കണ്ടന്റ് ഇങ്ങനെ കാണാം. സോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു കസ്റ്റമൈസേഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ലോക്ക് സ്ക്രീൻ. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കസ്റ്റമൈസേഷൻ കാര്യങ്ങൾ പറഞ്ഞാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു ക്വിക്കായിട്ട് നമ്മുടെ സ്ലീപ്പ് എത്ര സെക്കൻഡ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ഓഫ് ആവണം, വേണമെങ്കിൽ 5 minutes 10 minutes അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് റേസ് ടു വേക്ക്, ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ ഫേസ് അൺലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് എപ്പോൾ ഞാൻ ഓൺ ആക്കണോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫോൺ ഡയറക്റ്റ് ഹോം സ്ക്രീൻ വരും. യു ക്യാൻ സി ഉണ്ടോ, വേറെ ഒരു ബട്ടണും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നോ ജസ്റ്റ് നോർമലായിട്ട് യൂസ് ചെയ്യാൻ എടുക്കുന്നോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ദേ ഉണ്ടോ ഇങ്ങനെ വരും. ഓക്കെ, സോ പിന്നെ ഇത് ഡബിൾ ടാപ്പ് ടു ടേൺ ഓണും ടേൺ ഓഫ് സ്ക്രീൻ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറേ പേർക്ക് ആവശ്യമുള്ള ഫീച്ചറായിരിക്കും, അത് ജസ്റ്റ് എനേബിൾ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്പാർട്ട് ഫ്രം ദാറ്റ് കുറേ ഐറ്റംസ് ഇനിയും പറയാൻ കേട്ടോ ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയാണ് നമ്മൾ ഷവമി 15 അൾട്രയുടെ ഒരു ക്വിക്കായിട്ടുള്ള സെറ്റിങ്സിൻ്റെ ഒരു കംപ്ലീറ്റ് വാക്ക് അറൗണ്ട്, അതുപോലെ തന്നെ ചില ഏരിയാസിലുള്ള സെറ്റിങ്സ് എക്സ്പ്ലോറേഷൻ. സോ ഞാൻ ഇത് വിത്ത് ഗോഡ്സ് ഗ്രേസ് ഐ എം പ്ലാനിങ് ടു കമ്പയർ ദിസ് വിത്ത് ദ ഗാലക്സി S25 Ultra ആൻഡ് ഫ്യൂ അതർ ഫോൺസ് ലൈക്ക് ദ മോസ്റ്റ് അവൈറ്റഡ് X200 Pro ആയിട്ടുള്ള കമ്പാരിസൺ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് ഈ ഫോണിൻ്റെ വേറെ ഏതൊക്കെ ആസ്പെക്ട്സ് ആണ്, ലൈക്ക് ഡിസ്പ്ലേയുടെ ഒരു ഡീപ്പ് ഡൈവ്, ഓഡിയോയിൽ ഡീപ്പ് ഡൈവ്, അല്ലെങ്കിൽ ഇനി ഗെയിമിങ്ങിനകത്തുള്ള ജെൻഷൻ ഇമ്പാക്റ്റ്, കോൾ ഓഫ് ഡ്യൂട്ടി, BGMI, അതോ ഏത് രീതിയിലാണ്, അതോ ഇനി ഫർദർ ഏതൊക്കെ ടെസ്റ്റാണ് ചെയ്യുന്നത്, ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ടുഡേ, സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.